ശിശുവായിരിക്കും. അതെ. ആ, നാം ആത്മാവിൽ വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത് ശിശുത്വത്തിൽ നിന്ന് നമ്മൾ ആത്മാവിൽ വളർച്ച പ്രാപിക്കുക. അതിന് ആത്മാവിൽ വളർച്ച പ്രാപിക്കേണ്ടതിന് വചനത്തിലുള്ളതായ ഓരോ കാര്യങ്ങൾ അനുസരിപ്പാനായി നാം ഒരുങ്ങുക. ദൈവം പെട്ടെന്ന് ഒരു രാത്രി കൊണ്ട് നമ്മളെല്ലാവരും ദൈവത്തെ പോലെ ആയിത്തീരണമെന്നല്ല, അനുഭവിച്ചറിഞ്ഞ്. അപ്പോൾ ഓരോ സംഭവങ്ങൾ ഒരു കുഞ്ഞിനെ വളർത്തി പഠിപ്പിക്കുമ്പോൾ നഴ്സറിയിൽ വിട്ട് പഠിപ്പിക്കുന്നു. അതുപോലെ പിന്നെ 1-ാം ക്ലാസ് 2-ാം ക്ലാസ് അങ്ങനെ ഓരോ ദിവസവും അങ്ങനെ വളർച്ച. നമുക്ക് പലവിധമാകുന്ന പരീക്ഷകൾ കർത്താവ് നമ്മുടെ മധ്യത്തിൽ അനുഭവിപ്പാനായി അയച്ചു തരും. അപ്പോൾ ഓരോ പരീക്ഷയും പാസ്സാകും തോറും വളർച്ച പ്രാപിക്കുകയാണ്. പരിശോധനകൾ, ഓരോ പരിശോധനകൾ വരുമ്പോൾ ആ പരിശോധനകളിൽ കൂടെ നാം ദൈവത്തെ കൂടുതൽ അറിയുവാനിടയാകുകയാണ്. പരിശോധനയിൽ കൂടെ നമ്മുടെ അവസ്ഥ നമുക്ക് മനസ്സിലാകുന്നു. അത് മനസ്സിലാകണമെങ്കിൽ ആവർത്തന പുസ്തകം 8-ാം അധ്യായം 1 മുതൽ 4 വരെ വായിച്ചാൽ, ड्यूटरनॉमी चैप्टर 8 वर्स 1-4, व्यवस्थाविवरण 8 का 1 से 4 तक. व्यवस्थाविवरण 8 का 1 से 4 तक. हाँ, നിങ്ങൾ ജീവിച്ചിരിക്കുകയും വർദ്ധിക്കുകയും യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം ചെന്ന് അവകാശമാക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന സകല കൽപ്പനകളും നിങ്ങൾ പ്രമാണിച്ച് നടക്കണം. നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അധികാരമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം. അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീയും നിന്റെ പിതാക്കന്മാരും അണഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. ഈ 40 സംവത്സരം നീ ധരിച്ച വസ്ത്രം ജീർണിച്ചു പോയില്ല, നിന്റെ കാൽ വീങ്ങിയതുമില്ല. ഒരു മനുഷ്യൻ തന്റെ മകനെ ശിക്ഷിച്ച് വളർത്തുന്നത് പോലെ നിന്റെ ദൈവമായ യഹോവ നിന്നെ ശിക്ഷിച്ചു വളർത്തുന്നു എന്ന് നീ മനസ്സിൽ ധ്യാനിച്ചുകൊള്ളണം. മതി. ഒരു മനുഷ്യൻ തൻ്റെ മക്കളെ, ഒരപ്പൻ തൻ്റെ മക്കളെ എങ്ങനെ ശിക്ഷിച്ചു വളർത്തുന്നു, അതുപോലെ നമ്മൾക്ക് പലവിധമായ പരിശോധനകൾ അയച്ച് അനുവദിച്ച്, ആ പരിശോധനകൾ നമ്മൾക്ക് താങ്ങുവാൻ കഴിയാത്തതല്ല. അങ്ങനെ ആ പരിശോധനകളിൽ കൂടെയാണ് ദൈവത്തെ അനുഭവിച്ചറിയുവാൻ കഴിയുന്നത്. അങ്ങനെയാണ് നമ്മുടെ ആത്മീയ വളർച്ച പ്രാപിക്കുന്നത്. പരിശോധനയിൽ കൂടെ അല്ലാതെ നമ്മൾക്ക് ആത്മീയ വളർച്ച, ഈ സ്കൂളുകളിൽ എക്സാമിനേഷൻ ഉണ്ടല്ലോ, പരീക്ഷയുണ്ടല്ലോ, ആ പരീക്ഷ പാസ്സാകുന്നതിനനുസരിച്ചാണ് മുൻപോട്ട്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ അനേക പരിശോധനകൾ ഓരോന്നായി ദൈവം അനുവദിച്ചു വരുന്നു. ആ പരിശോധനകൾ നമ്മളെ തകർക്കുവാനല്ല, നമ്മുടെ അവസ്ഥ നമ്മൾ മനസ്സിലായി, ആ അവസ്ഥയിൽ ദൈവം നമ്മളെ സഹായിക്കുവാൻ എത്രമാത്രം ഒരുക്കുവാനുള്ളവനാണെന്ന് മനസ്സിലായി നമ്മുടെ വളർച്ച അങ്ങനെയാണ്. അപ്പോൾ പരീക്ഷകളിൽ നിന്നെ വിടുവിക്കണമേ. ഇപ്പോൾ കേരളത്തിൽ ഒരു പാട്ടുണ്ടല്ലോ, സാത്താനെന്നെ തൊടുകയില്ല, എന്താ ആ പാട്ടെന്താ, ലോകം പാവം പിശാചെന്നെ കാണുകയില്ല. അതൊക്കെ വേദപുസ്തകപ്രകാരമുള്ള പാട്ടല്ല, അത് വെറുതെ ഒരു ഇമോഷൻ ഇളക്കാനായിട്ടുള്ള പാട്ടുകളാണ്. അതിനകത്തൊന്നും അർത്ഥമില്ല. സാത്താനെ നേരിട്ട് ജയിച്ച് ആദ്യമേ അല്പമായി അതിനെ നേരിടാൻ കർത്താവ് കൃപ തരുന്നു, പിന്നെ കുറച്ചുകൂടെ അടുത്തിലും, പിന്നെ കുറച്ചുകൂടെ. അങ്ങനെ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞാണ് നാം എന്ത് ചെയ്യുന്നത്, വളർച്ച പ്രാപിക്കുന്നത്. അനുഭവിച്ചറിയാൻ നാം മടിക്കുകയാണെങ്കിൽ എന്നെ പരീക്ഷയൊന്നും വേണ്ട, എന്നെ നേരെ വെച്ചെന്ന് പറഞ്ഞാൽ വളർച്ച പ്രാപിക്കാൻ ഒക്കുകയില്ല. നമ്മൾ ഓരോരുത്തർത്തോളം നമ്മുടെ പരീക്ഷകൾ വരുമ്പോൾ, ബലഹീനതകൾ വരുമ്പോൾ നമ്മുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്നു. എനിക്ക് ബലമില്ലല്ലോ, എനിക്ക് കഴിവില്ലല്ലോ എന്ന് മനസ്സിലാക്കി അപ്പോൾ കർത്താവിൽ കൂടുതൽ ആശ്രയിക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ പരിജ്ഞാനം പ്രാപിക്കുന്തോറും നാം വളർച്ച പ്രാപിക്കുക. അങ്ങനെയാണ് അധികാരികളായിത്തീരുന്നത്. സ്തോത്രം. പുത്രത്വം ലഭിച്ചപ്പോൾ നമുക്ക് അനേക അവകാശങ്ങളും അധികാരങ്ങളും ലഭിച്ചിട്ടുണ്ട്.
അപ്പോൾ ആ അധികാരം വെച്ചിട്ട് ഇപ്പോൾ നമുക്ക് പിശാചിനെ ബന്ധിക്കുവാനോ അവൻ്റെ അധികാരസ്ഥാനങ്ങളിൽ ചെന്ന് അതിനെ ക്ഷയിക്കുവാനോ കഴിയുമോ? തീർച്ചയായിട്ടും കഴിയും. അങ്ങനെയാണ് എബ്രായ ലേഖനം 10-ാം അധ്യായം എടുത്താട്ട് പത്താം അധ്യായത്തിൻ്റെ 13-ാം വാക്യം വായിച്ചാൽ 12-13 വായിച്ചാൽ എബ്രായ ലേഖനം 10:12-13 ഹിബ്രു 10:12. യേശു പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്നുകൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. ശത്രുക്കൾ തൻ്റെ പാദപീഠം, കർത്താവായ യേശു ക്രിസ്തു തലയായിരിക്കുമ്പോൾ സഭ ആണ് തൻ്റെ ശരീരം. സഭയുടെ കാൽക്കീഴെ ശത്രു ആയിത്തീരണം. വിശുദ്ധന്മാർ ശത്രുവിൻ്റെ സകല, കർത്താവായ യേശു ക്രിസ്തു സാത്താനെ ജയിച്ചതുപോലെ വിശുദ്ധന്മാർ പൂർണ്ണമായി ജയിക്കണം. അതുകൊണ്ട് 2 കൊരിന്ത്യർ 10:3-4 കൂടെ വായിച്ചാൽ 2 കൊരിന്ത്യർ 10:3-4 दूसरा कोरिन्थी 10:3-4. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവർ തന്നെ. അപ്പോൾ നാം പുത്രത്വം പ്രാപിക്കും തോറും ആത്മാവിൻ്റെ ശക്തിയും അധികാരവും വർദ്ധിക്കുകയും ശത്രുവിനെ ഓരോ സ്ഥലത്തു നിന്ന് ഓടിച്ച് അവനെ പൂർണ്ണമായി ജയിക്കുവാൻ പുത്രത്വത്തിൻ്റെ അധികാരം നമുക്ക് തന്നിട്ടുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തു പറയും, സ്വർഗത്തിലും ഭൂമിയിലെ സ്ഥലത്തതി ആരും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതുപോലെ നാം ജയിക്കും തോറും പുത്രത്വത്തിൻ്റെ അവകാശം നമ്മൾക്ക് വരുംതോറും ശത്രുവിനെ പൂർണ്ണമായി ജയിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകുന്നുണ്ട്. ആ അധികാരത്തോടെ ശത്രുവിനോട് പോരാടുവാൻ കഴിയും നാം കഷ്ടപ്പെട്ട് വില കൊടുക്കുമ്പോൾ. അതുകൊണ്ടാണ് കർത്താവ് നമുക്ക് വില കൊടുക്കാനുള്ളതായ അവസരം കൂടെ തരുന്നത്. കർത്താവിൻ്റെ വേല ചെയ്ത് വില കൊടുക്കുന്നു. കർത്താവായ യേശു വില കൊടുക്കുന്നത് പോലെ നമ്മളും കർത്താവിന് വേണ്ടി കഷ്ടങ്ങൾ സഹിച്ച് വില കൊടുക്കും തോറും ശത്രുവിൻ്റെ മേലുള്ള അധികാരം വർദ്ധിക്കുകയാണ്. എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ എത്രയോ ആദ്യകാലങ്ങളിൽ ശത്രുവിനോട് മല്ലയുദ്ധം ചെയ്യുന്നു. ഇപ്പോൾ ജയിച്ച ശത്രുവിനോട് കണ്ണുകൊണ്ട് ഡയറക്ഷൻ കാണിച്ചാൽ ഉടനെ അനുസരിക്കും. ഒരു വിരൽ കാണിച്ചാൽ അതുപോലെ അനുസരിക്കുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് നമുക്കൊരു നിഗളമൊന്നും ഉണ്ടാകുകയില്ല. നമ്മൾ നിഗളിക്കാനുള്ളതല്ല, ഭൂതങ്ങളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഭൂതങ്ങളോട് നമ്മൾ പോരാടേണ്ട ആവശ്യമില്ല. ഭൂതങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ പുറത്താക്കുക. എന്നാൽ വീണദൂതന്മാരുടെ ആ ദുഷ്ടാത്മസേനകളോട് നമ്മൾ മല്ലയുദ്ധം ചെയ്ത് അവരുടെ മേൽ നമ്മുടെ അധികാരം നടത്തി അവരെ വാഴുവാൻ നമുക്ക് കർത്താവ് അധികാരം തരുന്നുണ്ട്. അങ്ങനെ എത്രയോ സ്ഥലങ്ങളിൽ അധികാരം ഉപയോഗിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ചൈനയിലും ഫിലിപ്പീൻസിലും അതുപോലെ നേപ്പാളിലും അതുപോലെ ഇന്ത്യയിലും വടക്കേ ഇന്ത്യയിലും അങ്ങനെ എത്ര സ്ഥലങ്ങളിൽ അങ്ങനെ അധികാരം ഉപയോഗിക്കാൻ കർത്താവ് കൃപ നൽകുന്നു. അപ്പോൾ പുത്രത്വത്തോടുകൂടെ നമുക്ക് അധികാരവും വർദ്ധിച്ചുകൊണ്ടിരിക്കുക. വെളിപ്പാട് 20-ാം അധ്യായം മുതലാണ് പിശാചിനെ ബന്ധിക്കുന്നതും എന്നേക്കുമായി നരകത്തിൽ തള്ളുന്നതും. അപ്പോൾ അതുവരെ അവന് സ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുക. ഒന്നുകൂടെ പറഞ്ഞു ചോദിച്ചാട്ടെ. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലാണ് പിശാചിനെ ബലവാനായ ദൂതൻ വന്ന് ബന്ധിക്കുന്നത്. 1000 ആണ്ടേക്ക് ബന്ധിക്കുന്നത്. അതിനുശേഷം നരകത്തിൽ തള്ളുന്നതും. അത് ആ സമയം വരെ അവന് സ്വതന്ത്രനായി അവൻ്റെ ആസ്ഥാനം അല്ല, നമ്മുടെ അധികാരം ഉപയോഗിച്ച്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസിനോട് കർത്താവ് പറയുന്നത്, നിങ്ങൾ ഭൂമിയിൽ ബന്ധിക്കുന്നത് സ്വർഗത്തിലും ബന്ധിക്കപ്പെട്ടിരിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവൻ്റെ വീട് കറുപ്പാൻ കഴിയുകയില്ല. എന്നാൽ സാത്താനെ നിത്യദണ്ഡനത്തിലേക്ക് വിടുന്നതും 1000 ആണ്ട് വാഴ്ചത്തേക്ക് വിടുന്നതും അതൊടുവിലാണ്. എന്നാൽ ഇപ്പോൾ അവന് ശക്തമായി ശിക്ഷ കൊടുക്കുവാൻ നമ്മൾക്ക് അധികാരം തന്നിട്ടുണ്ട്. നമുക്കവന് ശിക്ഷ കൊടുക്കാം എന്ന് പറഞ്ഞാൽ വലിയ സാത്താനെയല്ല. ഈ സ്ഥലങ്ങളിൽ അത് ആത്മാവിൽ മനസ്സിലാകും.
ഏത് ശക്തിയോടാണ് നമ്മൾ പോരാടേണ്ടത്? ഞാൻ ഉദ്ദേശിക്കുന്നത് അവൻ്റെ ശക്തമത്തായ ആരാധനാ കേന്ദ്രങ്ങളുണ്ട്. അതിന്മേൽ അവൻ്റെ ശക്തി അവിടെ ചെന്ന് നമുക്ക് ക്ഷയിപ്പിക്കാൻ നമുക്കിപ്പോൾ അധികാരമുണ്ടോ എന്നുള്ളത്. അതാണ് പൗലോസ് പറയുന്നത്, കോട്ടകൾ തകർക്കുക. അപ്പോസ്തലനായ പൗലോസിൻ്റെ ശുശ്രൂഷ. പൗലോസ് എന്തിനാണ് എഫെസോസിൽ വന്നത്? അർത്തിമസ് ദേവിയുടെ അടുക്കൽ അവിടെ വന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അവിടുത്തെ വലിയ കോട്ടയായിരുന്നു. ആ വലിയ കോട്ട തകർക്കാനാണ് പൗലോസ് അവിടെ വരുവാനിടയായത്. ഈ കോട്ടകളെ നമ്മൾ തകർക്കുന്നില്ല എങ്കിൽ ഈ കോട്ടകളിൽ നിന്ന് ശക്തി വന്നിട്ട് അതിൻ്റെ പ്രഭാവം, അതിൻ്റെ ശക്തി, അതിൻ്റെ സമ്മർദ്ദം ജനങ്ങളുടെ മേൽ വന്നിട്ട് ആ ജനങ്ങൾക്ക് അവരെ ജനങ്ങൾക്ക് വിശ്വസിപ്പാൻ കഴിവില്ലാത്ത നിലയിലാകും. അപ്പോൾ അതിൻ്റെ മേലാണ് നമ്മൾ ആക്രമിക്കേണ്ടത്. ആ ശക്തികൾ ഞങ്ങൾ വടക്കേ ഇന്ത്യയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പരസ്യമായി പറയുന്നത് കൊണ്ട് നിങ്ങൾ അത് വെളിയിൽ പോയി എനിക്ക് പരിശ്രമമില്ല. ഞാൻ 1-2 സംഭവങ്ങൾ പറയാം എങ്ങനെയാണ് കർത്താവ് ചെയ്തത്. ഞാൻ ജമ്മുവിൽ ബൈബിൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് വേലക്കാർക്ക് വേണ്ടി. അപ്പോൾ ഒരു ദിവസം നല്ല മഴയും പകലും രാത്രിയും നല്ല മഴയാണ്. അപ്പോൾ ഞാൻ ജമ്മുവിൽ പട്ടണത്തിൽ കൂടെ ബൈബിൾ ക്ലാസ് നടത്തുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ 10,000-കണക്കിന് ആളുകൾ സ്ട്രീറ്റിൽ നനഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. അവരെ കണ്ടപ്പോൾ എനിക്ക് വളരെ, അപ്പം അവരെല്ലാം അവിടുന്ന് 3 ദിവസത്തെ ആഴ്ചകൊണ്ട് അമർനാഥ് എന്ന് പറഞ്ഞ ശിവൻ്റെ ഈ ശിവലിംഗം 10-18 അടി ഉയരമുള്ള ശിവലിംഗം അവിടെ ഉണ്ട്. അതിനെ കാണാനായിട്ട് ആളുകൾ പോവുകയാണ്. അവിടുന്ന് 3. അപ്പം മഴ കൊണ്ട് അപ്പോൾ ഇവരിങ്ങനെ ജനങ്ങൾ കഷ്ടപ്പെടുന്നല്ലോ എന്ന് കണ്ടപ്പോൾ 10,000-കണക്കിന് ആളുകൾ മഴയിൽ കിടന്ന് നനഞ്ഞ് തണുപ്പുകൊണ്ട് ഇതായാലും എനിക്ക് വളരെ ദുഃഖം തോന്നി. ഇത്രയും മനുഷ്യരെ. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഭാരമായി ഞാൻ നടന്നു പോവുകയായിരുന്നു. ബൈബിൾ ക്ലാസ് നടക്കുന്ന സ്ഥലത്തേക്ക് അങ്ങനെ പ്രാർത്ഥിച്ച് അവിടെ ചെന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു പ്രേരണ തന്നു. ശിവലിംഗത്തെ ഉരുക്കുക, ആ സാത്താൻ്റെ കോട്ടയെ തകർക്കുക. ഞാൻ അവിടെ ചെന്ന് 10-30 കർത്താവിൻ്റെ ദാസന്മാരുണ്ടായിരുന്നു ബൈബിൾ. ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, നമ്മൾക്ക് പ്രാർത്ഥിച്ച് ശിവലിംഗത്തെ ഉരുക്കണം. ഞങ്ങൾ എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, നാളെ വൈകിട്ടത്തെ ടെലിവിഷനിൽ ന്യൂസിൽ വരണ ശിവലിംഗം മുഴുവനും ഉരുകിപ്പോയി. ഒരു സ്വർഗ്ഗദൂതൻ അവിടെ ചെന്നിട്ട് ആ അമർനാഥ് ഗുഹയുടെ ടെമ്പറേച്ചർ കൂട്ടിയിട്ട് ശിവലിംഗം മുഴുവനും നാളെ വൈകിട്ടത്തെ ന്യൂസിൽ വരണം. അപ്പോൾ 18 അടി ഉയരമുണ്ട്, നല്ല വണ്ണമുള്ള 6 അടി 7 അടി വണ്ണമുള്ള ശിവലിംഗമാണ് അവിടെ ഉള്ളത്. ദൈവകൃപയാൽ പിറ്റേ ദിവസം വൈകിട്ടത്തെ ന്യൂസിൽ വരുന്നു, ശിവലിംഗം മുഴുവനും ഉരുകിപ്പോയി. അപ്പോൾ ഞാനങ്ങനെ ചെയ്യിക്കാൻ കാരണം ആ ശിവലിംഗം ഉരുകിപ്പോയെന്ന് അറിഞ്ഞുകൊണ്ട് പിന്നെ അധികം ആളുകളോട് പോകാതിരിക്കട്ടെ. അപ്പോൾ അവർ പറഞ്ഞു ദൈവം ടെമ്പറേച്ചർ കൂടിയത് കൊണ്ടാണ്. അതുകൊണ്ട് പിറ്റേ വർഷം ബാംഗ്ലൂരിൽ നിന്ന് 22 കോടി രൂപയുടെ ഓരോ പല എക്യുപ്മെൻറ്റ്സ് കൊണ്ടുവന്ന് അവർ ഗുഹയിൽ വെച്ചു. ആ ഗുഹ ശിവലിംഗം ഉരുകരുത്, ടെമ്പറേച്ചർ മാറും. ആ വർഷവും ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, ജൂൺ 13-ാം തീയതി വന്നു, ഈ വർഷത്തെ ശിവലിംഗം കഴിഞ്ഞ വർഷത്തേക്കാൾ വലുതാണ്. അതിൻ്റെ ഫോട്ടോ എല്ലാം വന്നു. ഗവർണർ പോയി സന്ദർശിച്ചു, ഗവർണർ പോയി പൂജ ആരംഭിച്ചു. കർത്താവ് പറഞ്ഞു അതിനെ ഉരുക്കാൻ പറഞ്ഞു. 3 ദിവസം അത് മുഴുവനും ഉരുകി. 3-ാമത്തെ പ്രാവശ്യം അതുപോലെ കർത്താവ് ഉരുക്കാൻ പറഞ്ഞു. ഉടനെ അവർ ഡൽഹി ചെന്നിട്ട് ഹെലികോപ്റ്ററിനകത്ത് വലിയ പ്ലാസ്റ്റിക്കിനകത്ത് ശിവലിംഗം കൊണ്ട്, വലിയ പ്ലാസ്റ്റിക് കവർ. കർത്താവ് പറഞ്ഞ് അതും ഉരുക്കാൻ പറഞ്ഞു. അതും ഉരുക്കി കഴിഞ്ഞപ്പോൾ വെറും പ്ലാസ്റ്റിക്കാണ് നിൽക്കുന്നത്. അപ്പോൾ ആളുകൾക്കെല്ലാം വലിയ ബഹളമുണ്ട്, ഇതെന്തുവാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ ഈ കഴിഞ്ഞ വർഷം ഈ ജൂലൈ മാസത്തിൽ കർത്താവിന് ഒന്നും ചെയ്യണ്ട, ഞങ്ങളൊന്നും ചെയ്തില്ല. അപ്പോൾ കർത്താവ് നമ്മൾക്ക് അധികാരം തരുന്നു. അത് കഴിഞ്ഞിട്ട് വേറൊരു സംഭവം കൂടെ. ഞങ്ങളുടെ ഇവിടെ ജമ്മു തവി നദിയിൽ ഈ ഹിന്ദുക്കളുടെ ഒരു വലിയ 12 വർഷത്തിൽ കൂടുമ്പോഴാണ് അവർ 12,000 ഹോമം നടത്തുക. അതിന് ഇന്ത്യയിലുള്ള ഹിന്ദുക്കളും മറ്റു രാജ്യങ്ങളിലുള്ള ഹിന്ദുക്കളെല്ലാം കൂടിയിട്ടുണ്ട്. ഗവർണറാണ് അതിൻ്റെ കോർഡിനേറ്റർ, ചീഫ് ജസ്റ്റിസ് പാട്രൺ ആയിട്ട്. തവി നദി നിറച്ച് 10,000-കണക്കിന് ആളുകൾ, 10,000 അല്ല, എത്ര ലക്ഷം ആളുകളാണ് വരുന്നത്. 12,000 ഹോമപ്പുര, 12,000 1200 ഹോമപ്പുരകൾ. 12,000 ഇതാണ് നടത്തുന്നാൽ ഹോമപ്പുരകൾ 1200. അതെല്ലാം വളരെ ഉയർത്തിക്കഴിഞ്ഞ മുകളിൽ പുല്ല് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, വലിയ ഹോമപ്പുരകളാണ്.
ഞങ്ങൾ അത് 12 ദിവസത്തെയാണ്. ഞാൻ 9ാമത്തെ ദിവസമാണ് ഞാൻ എവിടെയോ സുവിശേഷം കഴിഞ്ഞ് 8ാമത്തെ ദിവസമാണ് വന്നത്. വന്നപ്പോഴും ജമ്മുവിൽ ഇങ്ങനെ ഞാൻ വെളി പ്രദേശങ്ങളിൽ പോയിട്ട് മറ്റുള്ള സ്റ്റേറ്റുകളിൽ പോയിട്ട് വന്നപ്പോൾ സഹോദരന്മാർ പറഞ്ഞു ഇവിടെ വലിയ ഇത് നടക്കുകയാണ്. അപ്പം ഞാൻ സഹോദരന്മാരുമായിട്ട് എൻ്റെ കൂടെ ഒരു വാനുണ്ടായിരുന്നു, അതിലൂടെ പോയി ഞങ്ങൾ അവിടെ എല്ലാം കയറി നടന്ന് വാൻ പാർക്ക് ചെയ്ത് നടന്നപ്പോൾ ആളുകൾ ഇഴയുകയും മുട്ടയും നടക്കുകയും എന്തൊക്കെയാണ് നടക്കുന്നത്. 1200 ഹോമപ്പുരകളുമുണ്ട് വലിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ വന്നൊരു ഉയർന്ന സ്ഥലത്ത് നിന്ന് ആ നദിയുടെ കരയ്ക്കൊരു ഉയർന്ന കുന്നുണ്ട്, അതിൽ നിന്നുകൊണ്ട് ഞങ്ങൾ 12 പേരുണ്ട്. ഒന്ന് കർത്താവേ, ഇത്ര ലക്ഷം ആളുകൾ ഇങ്ങനെ പോകുന്നല്ലോ, നശിക്കുന്നല്ലോ, എന്ത് ചെയ്യണം? എനിക്ക് അന്നേരം ആത്മാവിൽ തോന്നി തീ വയ്ക്കുക. ഞാൻ പറഞ്ഞു എങ്ങനെയാണ് തീ വയ്ക്കുന്നത്? കർത്താവ് പറഞ്ഞ് കാറ്റടിപ്പിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ ഹോമപ്പുരകളെല്ലാം ഇലക്ട്രിക് വയർ, ഈ പൊതുവായിട്ടുള്ള ഇലക്ട്രിസിറ്റി വയർ, ഇങ്ങനെ നല്ല വയറിട്ടെല്ലാം ഗവൺമെൻറ്റിലാണ് എല്ലാം ചെയ്യുന്നത്. ഞാൻ കാറ്റ് വരട്ടെ, യേശുവിനകത്ത് കാറ്റ് വരട്ടെ എന്ന് പെട്ടെന്ന് കാറ്റ് വന്നു, ചുഴലിക്കാറ്റ് പോലെ വന്നു. ആ വയറെല്ലാം കൂടെ കൂട്ടിമുട്ടി 1200 ഹോമപ്പുരകൾ ഞങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ ദഹിച്ചു. 1200 ഹോമപ്പുരകൾ. ഉടനെ കർത്താവ് പറഞ്ഞു അവരുടെ ആദ്യ പുതിയ അതിൻ്റെ വലിയൊരു പദ്ധതി നടത്തുന്ന അവരുടെ വലിയ പൂജാരി അതിന് വേറൊരു പേരാണ് അതിന് പറയുന്നത്. കർത്താവ് അവൻ്റെ വയറ്റിനകത്ത് വേദനയിടാൻ പറയും. ഞാൻ പറഞ്ഞ ആ വലിയ കർമ്മം നടത്തുന്നവൻ വേദന പെട്ടെന്ന് പറഞ്ഞു. അവൻ കിടന്ന് അയ്യോ എന്ന് വിളിക്കാൻ തുടങ്ങി. ഒടുവിൽ ഹെലികോപ്റ്ററിൽ അവനെ എടുത്തുകൊണ്ട് ഡൽഹിയിൽ പോകേണ്ടി വന്നു. അപ്പോൾ ആ അത്രവിധ ന്യായവിധി നടത്തുവാൻ കർത്താവ് നമ്മൾക്ക് അധികാരം തന്നു. ഇത് രഹസ്യമായി നടന്നതല്ല, എൻ്റെ കൂടെയുള്ള കൂട്ടുവേലക്കാരും എല്ലാം കൂടെ കൂട്ടുവേല കൂടെ നടന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് അധികാരം തരും. ഞങ്ങളതുപോലെ നിങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി പറയുകയാണ്, എല്ലായിടത്തും നിന്ന് പരസ്യമാക്കാനല്ല. പഞ്ചാബിൽ പുഞ്ച് എന്ന് പറയുന്ന പുഞ്ചല്ല സ്ഥലത്തിൻ്റെ अमृतसर के आगे पट्टी के आगे जीरा के പട്ടി के आगे പുഞ്ചെന്നോ ചുങ്കെന്നോ അങ്ങനെ ഒരു ആ സ്ഥലത്തിൻ്റെ പേരങ്ങനെയാണ്. അവിടെ ഒരു നല്ല ഗ്രാമം, ഒരു ക്ഷേത്രം ഉണ്ട്. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ അവിടെ ആ പ്രവർത്തിക്കുന്നതിനോട് മറ്റാളുകളെ വിലസിക്കാറില്ല. ഈ ക്ഷേത്രത്തിലെ പൂജാരിയും കർത്താവിൻ്റെ വിശ്വാസിയാകണം. ഈ ക്ഷേത്രം കാലിയാകണം. ഞങ്ങൾ ആ ക്ഷേത്രം ചുറ്റും നടന്ന് പ്രാർത്ഥിച്ചു. ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചു, 2 പ്രാവശ്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ കർത്താവിൻ്റെ ദാസനോട് പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കുക. ഒരാഴ്ച കഴിഞ്ഞ് ആ ക്ഷേത്ര പൂജാരി രക്ഷിക്കപ്പെട്ടു. പുള്ളിക്കാരൻ്റെ പിതാവും രക്ഷിക്കപ്പെട്ടു, മാതാവും രക്ഷിക്കപ്പെട്ടു, ആ കുടുംബം മുഴുവൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ പൂജാരി ക്ഷേത്രത്തിൽ നിന്ന് ഒരു 50 ഗജം അകലെയാണ്, വലിയ കോമ്പൗണ്ടിൽ അവിടെയാണ്. അപ്പോൾ അവിടെ ആരാധനയൊക്കെ അവർ പറയും നമ്മൾ ക്ഷേത്രത്തിന് ആരാധനയൊക്കെ. ഞാൻ ക്ഷേത്രത്തിനാകല്ല. ഞാൻ പിന്നെ അവിടെ ചെന്നപ്പം ആ ക്ഷേത്രത്തിൽ അതൊരു പശു കയറി കിടക്കുക. ഞാൻ പറഞ്ഞു അതിനകം അതൊരു ടിൻ ഷീറ്റ് വല്ലതും വെച്ചിട്ട് അതിൻ്റെ വാതിൽ ഈ ഗേറ്റിൻ്റെ അവിടെ വെച്ചിട്ട് അങ്ങനെയൊക്കെ കിടക്കുക. ഇന്ന് നിങ്ങൾക്ക് ചെന്നാൽ അവിടെ കാണാം ആ ക്ഷേത്രത്തിൽ ഒരുത്തരും പോകുന്നില്ല. ആ അവിടുത്തെ പൂജാരി ആണത്. എന്താ നടത്തിയത്? അവിടെ വസിച്ച ദേവനോട് പറഞ്ഞ് ഇവിടെ കണ്ടേക്കരുത്, പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾക്കത് ചെയ്യാൻ ചെയ്യും. ഇനിയും നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നതിന് വേണ്ടി ഒരു സംഭവം കൂടി പറയാം. ജമ്മുവിൽ തലാപ്തിലോ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഹിന്ദുക്കൾ, ഉയർന്ന ഹിന്ദുക്കൾക്ക്, ഇവിടുത്തെ പോലെ അല്ല, ഉയർന്ന ഹിന്ദുക്കൾ മാത്രമേ ആ ക്ഷേത്രത്തിൽ പോകാൻ ഒക്കുകയുള്ളൂ. സാധാരണ മറ്റ് ഹിന്ദുക്കൾ പോകാൻ ഒക്കുകയില്ല. വലിയ പണക്കാരുടെ ഒരു ക്ഷേത്രമാണ് തലാപ്തിലോ, വലിയ ക്ഷേത്രം. അവിടെ ഒരു സഹോദരി ഉണ്ടായിരുന്നു. ആ സഹോദരി എല്ലാ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ദൈവത്തിൻ്റെ ശക്തി വരും, ദേവദർശനം. അപ്പോൾ അവൾ വലിയ പട്ടൊക്കെ ധരിച്ച് സിംഹാസനം പോലെ ഇരിക്കുന്നുണ്ട്. പൊളിറ്റിക്കൽ ലീഡേഴ്സും മറ്റുള്ളവരെല്ലാം വന്ന് അവിടെ മുട്ടുകുത്തും. അവൾ പറയുന്ന പ്രവചനം പോലാണ് പൊളിറ്റിക്കൽ പാർട്ടീസ് നിൽക്കുന്നതും വീട് നടത്തുന്നതും വിവാഹം നടത്തുന്നതും എല്ലാം അവളാണ് പ്രവചിക്കുന്നത്, അവളാണ് നടത്തുന്നത്. അവിടെ വലിയ ആൾക്കൂട്ടം കൂടും. അങ്ങനെ വളരെ വർദ്ധിച്ചുകൊണ്ടിരുന്നതാണ്. ഞാൻ ആ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചു വന്നിട്ടുണ്ട്. കർത്താവേ, ഇതിവിടുത്തെ വലിയ ക്ഷേത്രമാണ്, ഇവിടെ വലിയ ശക്തിയായി നിൽക്കുന്നു, ഇവിടെ നിന്ന് ആത്മാക്കളെ രക്ഷിക്കണമേ. അങ്ങനെ കർത്താവ് പ്രവർത്തിക്കാൻ തുടങ്ങി. ആ ക്ഷേത്രത്തിൻ്റെ അതേനോട് ബന്ധമുള്ള ഒരു പൂജാരിയുടെ ബന്ധമുള്ള ഒരു കുടുംബത്തിൽ അദ്ദേഹം എയർലൈൻസിൽ വർക്ക് ചെയ്യുന്നു. ഭാര്യ നല്ല പഠിപ്പുള്ളത്, റെയിൽവേ കളക്ടറായിട്ട് ടിക്കറ്റ് കളക്ടറായിട്ട് ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 10-32 വയസ്സുണ്ട്.
അവരെല്ലാം രക്ഷിക്കപ്പെടുവാനിടയായി. അപ്പോൾ രക്ഷിക്കപ്പെടുവാനിടയായപ്പോൾ ഞങ്ങൾ അവിടുന്ന് 4 കിലോമീറ്റർ ദൂരെയാണ് ബക്ഷീനഗറിലാണ് താമസിക്കുന്നത്, വാടകയിൽ താമസിക്കുകയാണ്. അവർ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഇവരോട് എന്താ കാണാനെന്ന് പറഞ്ഞ് ആ ദൈവം വരുന്ന സഹോദരി 28 വയസ്സുണ്ട്, ആ സഹോദരിയും വന്നു. അപ്പോൾ ഇവർക്ക് വല്ല പ്രാർത്ഥിച്ചപ്പോൾ ആ സഹോദരി, എനിക്ക് തലവേദനയുണ്ട്, എനിക്കൂടെ പ്രാർത്ഥിക്കാൻ. ഞാൻ തലയിൽ കൈവച്ചപ്പോൾ ദുഷ്ടാത്മാവ് വെളിപ്പെട്ടു. 12 ദുഷ്ടാത്മാവ്, ഓരോന്നായി 12 അതിന് കാളിയും മറ്റതെല്ലാം ഉണ്ട്. 12 ദുഷ്ടാത്മാവ് ഒരു മണിക്കൂറിനകം 12 ദുഷ്ടാത്മാക്കൾ വിട്ടുപോയി. ആ സഹോദരി 2-3 ദിവസം കഴിഞ്ഞ് രക്ഷിക്കപ്പെട്ടു. ഒരാഴ്ച കഴിഞ്ഞ് ആ സഹോദരി പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചു, സ്നാനപ്പെട്ടു. ആ സഹോദരി ആ ക്ഷേത്രത്തിൽ പോകാറായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാത്രി 11 മണിക്ക് എനിക്ക് ടെലിഫോൺ വരികയാണ്. ഈ റാണി എന്ന് പറഞ്ഞ ഈ എയർലൈൻസിൻ്റെ ഭാര്യ, പുള്ളിക്കാരത്തി ഭയങ്കര ശക്തി വന്നിട്ട്, അവർ വലിയ വീടാണ്, ഒത്തിരി ആളുകൾ ഒന്നിച്ച് പാർക്കുന്നതാണ്, ഈ ജോയിൻറ്റ് ഫാമിലിയാണ്. കസരയെടുത്ത് അടിക്കുക, കതക് തല്ലിപ്പറിക്കുക, ആര് നോക്കിയാലും കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. എത്ര പേര് പിടിച്ചാലും ഭയങ്കര ശക്തി. ഉടനെ ഫോൺ ചെയ്തു. ഉടനെ ഞാൻ കണ്ടു 3-4 കിലോമീറ്റർ ഉണ്ട്. ഞാൻ അവിടെ ചെന്നപ്പം എന്നെ കണ്ടു ഗർജിച്ച് പറയാണ്, ഞങ്ങളുടെ ദേവതയെ നീ എന്തുകൊണ്ട് കൊണ്ടുപോയി? ഞങ്ങളുടെ ദേവതയെ നീ എവിടെ ബന്ധിച്ചിട്ടിരിക്കുകയാണ്? അങ്ങനെ പറയും, നീ ആരാ? ഞാൻ ക്ഷേത്രത്തിൽ നിന്ന് വന്നാൽ. അപ്പോൾ അവിടുന്ന് ക്ഷേത്രം ഒരു 150 യാർഡ്സ് ദൂരമേ ഉള്ളൂ. ഞാനപ്പോൾ 12 മണിക്ക് ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അവിടെ പൂജാരിയുണ്ട്, അവിടെ ബന്ധുക്കാരനാ 10-12 പേരുണ്ട്. 10-15 പേരുണ്ട്. ഞാൻ പറഞ്ഞു, ഒരു ഗ്ലാസ് വെള്ളം തരാൻ പറഞ്ഞു, സ്റ്റീൽ ഗ്ലാസ്. ഞാൻ പറഞ്ഞു, ജൽ ചടാൻ, ഞാൻ കുറച്ച് വെള്ളം തെളിക്കാൻ പോകാൻ, അവർ ഹിന്ദുക്കളുടെ വെള്ളം കൊടുക്കുന്ന അങ്ങനെ ഉണ്ട്. അവരും തന്നെ ഗ്ലാസ് എടുത്തിട്ട് അവർ തന്നെ വെള്ളം തന്നുകൊണ്ട് ഞാൻ 11 വലിയ ബിംബങ്ങളുണ്ട്, ഓരോരോ ഗോപുരങ്ങൾ പോലെ ഒന്നിച്ചല്ല വെച്ചിരിക്കുന്നത്. അത് ഓരോരുത്തരും ഞാൻ പറഞ്ഞു, യേശു ഈ വെള്ളം ഞാൻ രക്തമാക്കുന്നു, ഒരെണ്ണം വിടുന്നേക്കല്ല, എല്ലാം ഇറങ്ങി ഓടിക്കോളാം എന്ന് പറഞ്ഞു. അല്പം വെള്ളം അവരുടെ മുമ്പിൽ ഭക്തി എന്ന പോലെ വെള്ളം തളിച്ച് ഗ്ലാസ് തിരിച്ചു കൊടുത്ത് ഞാനിങ്ങ് വന്നപ്പോൾ ഈ ശക്തി കിടന്നങ്ങ് അലറുകയാണ്, ഞങ്ങളുടെ ദൈവങ്ങളെല്ലാം നീ പുറത്താക്കിയേ, എന്നെ എന്താ? ഞാൻ പറഞ്ഞു, മുട്ടുകുത്താൻ പറഞ്ഞു. മുട്ടുകുത്തി എല്ലാവരുടെയും മുമ്പിൽ യേശു ക്രിസ്തു ദൈവമെന്ന് പറഞ്ഞു. ആ സഹോദരൻ വിട്ടുപോയി. അത് കഴിഞ്ഞ് 2-ാമത്തെ ദിവസം അവർ എത്തിയപ്പോൾ ദേവതകളെല്ലാം ഇവിടുന്ന് വെളിയിൽ പോയി എന്നറിഞ്ഞിട്ട് വലിയ ബഹളം അറിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു, എൻ്റെ രക്തം അവിടെ കൊടുത്തെങ്കിലേ ആ ദേവതകൾ തിരിച്ചു വരുവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം എന്നെ കൊല്ലാനായിട്ട് 3 ദിവസം അവർ കാത്തിരുന്നു. എന്നെനിക്കൊന്നും നടന്നില്ല. കർത്താവിന് സ്തോത്രം. ഞങ്ങൾ ആ ശക്തികളെല്ലാം പിടിച്ച് അകറ്റി ദൂരെ കഴിഞ്ഞിട്ട് പിന്നെ 6 പേരൂടെ സ്നാനപ്പെട്ടു. ആ പ്രദേശത്ത് 6 പേരൂടെ. ഇപ്പോൾ ആ ക്ഷേത്രം അങ്ങനെ കിടക്കുന്നുണ്ട്, ആളുകൾ പോവുകയും വരികയും ചെയ്യുന്നല്ലാതെ ഒരു ജീവനുമില്ല, ഒരു അനക്കവുമില്ല, അങ്ങനെ കിടക്കും. അപ്പം നമ്മൾക്കിതിന് ശക്തിയുണ്ട്. അതുപോലെ ജീര എന്ന് പറയുന്ന പട്ടണത്തിൽ, പഞ്ചാബിൽ ജീര എന്ന് പറയുന്ന പട്ടണത്തിൽ ആദ്യമായി സുവിശേഷം അറിയിക്കാൻ പോവുകയാണ്. അവിടെ ഒരു സഭകളുമില്ല, സുവിശേഷം. ഞാൻ താമസിക്കാൻ നോക്കിയപ്പം ഒരു സ്ഥലവുമില്ല, ഹോട്ടലിലൊക്കെ താമസിക്കാൻ എൻ്റെ പണവുമില്ല. നോക്കിയാൽ നല്ല ഒരു ശിവൻ്റെ ക്ഷേത്രമുണ്ട്. ഞാൻ അവിടുത്തെ പൂജാരിയെ വിളിച്ച്, ഞാനിവിടെ താമസിച്ചോട്ടെ. നീ എന്താ ചെയ്യുന്നത്? ഞാൻ പരമേശ്വരൻ്റെ ദൈവത്തെക്കുറിച്ച് പറയുന്നതിനാണെന്ന് പറഞ്ഞു. അവിടെ കിടന്നു, അവിടെ താമസിച്ചപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞ് അവിടുത്തെ ഒരു കുളമുണ്ട്, കുളിക്കും. ഞാൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ഞാനും കുളിക്കും. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം നല്ല റൊട്ടി, ഘീക്കകത്ത് നല്ല റൊട്ടി ഉണ്ടാക്കി തരും. ഞാൻ അവിടെ ഇരുന്നു. അപ്പം ഞാൻ ആ കിടക്കുന്ന ശിവലിംഗത്തിൻ്റെ അടുത്താണ്. അദ്ദേഹത്തിന് കട്ടിലുണ്ട്. ഞാൻ ആ ശിവലിംഗത്തെ പിടിച്ചുകൊണ്ട്, രാത്രി നിന്നെ ഇവിടെ ഓടിക്കാനാണ് ഞാൻ വന്നത്, നീ ഇവിടുന്ന് മാറിയേ മതിയാകൂ. 5 ദിവസം അവിടെ താമസിച്ചു. 38 പേര് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. ഒരു സഭ അവിടെ ആരംഭിക്കാനിടയായി. പിന്നെ ആ പൂജാരി 2 ആഴ്ച കഴിഞ്ഞ് അവിടെ ഓടിപ്പോയി. അവനെ ആരോ കൊല്ലുന്നെന്നുള്ള പേടിയൊന്നും. ഇന്ന് പോയാലും ആ ക്ഷേത്രം ഇടിഞ്ഞു പൊളിഞ്ഞ് അവിടെ കിടപ്പുണ്ട്. അവിടെ കുളവും അതുപോലുണ്ട്, ആ മരവും ഉണ്ട്. ആർക്കും അവിടെ പോകാൻ ഭയമാണ്. എന്താ ഭയമെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ 2 മാസത്തിന് മുൻപ്, 2 മാസമല്ല, ഇങ്ങോട്ട് വരുന്നതിന് ഒരു 2 ആഴ്ചയ്ക്ക് മുൻപ്, ഈ ഡിസംബർ 3-ാമത്തെ ആഴ്ചയിൽ ആ പട്ടണത്തിൽ പോയപ്പോൾ, ഞാൻ അവിടെ പോയപ്പം ആ മരം അവിടെ നിൽപ്പുണ്ട്, ആ കുളം അവിടെ കിടപ്പുണ്ട്, ആ ക്ഷേത്രം അവിടെ ഉണ്ട്. ഒരുത്തർക്കും അത് റിപ്പയർ ചെയ്യാൻ പോലും മനസ്സ് വരുന്നില്ല. അവിടെ നല്ലൊരു സഭയുണ്ട്. അപ്പോൾ ഈ അധികാരം കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്.
എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിൽ കൂടെ വേണം അത് ചെയ്യാൻ. ആത്മാവിൻ്റെ പ്രേരണ കൊണ്ട് അത് ചെയ്യണം. അങ്ങനെ നമ്മൾ കോട്ടകളെ തകർക്കണം. കോട്ടകളെ തകർക്കുമ്പോഴാണ് നമ്മൾക്ക് മുൻപ് ദൈവം ഇതിൻ്റെ മേലെല്ലാം നമ്മൾക്ക് അധികാരം തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ ആദ്യമേ ഈ ശക്തികളോട് നമ്മൾ മല്ലയുദ്ധം ചെയ്യണം. മല്ലയുദ്ധം ആത്മാവിൽ മല്ലയുദ്ധം ചെയ്ത് അതിനെ കീഴ്പ്പെടുത്തി അതിന് മേൽ അപ്പോൾ നമുക്ക് മുറിവുകൾ ഏൽക്കും, നമുക്ക് കഷ്ടങ്ങൾ വരും. അതെല്ലാം നമ്മൾ സഹിച്ച് എങ്കിൽ മാത്രമേ അതിൻ്റെ മേൽ നമുക്കറിയാമല്ലോ. യേശുവിൻ്റെ നാമത്തിൽ പോകുമെന്ന് പറഞ്ഞാൽ പോകുന്നതല്ല. ഭൂതങ്ങൾ, ഞങ്ങളുടെ അവിടെ ഭൂതങ്ങൾക്ക് വേണ്ടി ഞങ്ങളൊന്നും പോരാടത്തില്ല. ആരെങ്കിലും ഇപ്പം ഞങ്ങളുടെ അവിടെ എല്ലാ യോഗങ്ങളും ആയിരങ്ങളും ആൾ വരും. അത് ഹിന്ദുക്കൾ ഒത്തിരി കാണും, മുസ്ലിങ്ങൾ സിഖുകാരും കാണും. ചിലരിങ്ങനെ കിടന്നാടാനൊക്കെ തുടങ്ങും. അപ്പം ഞാൻ നോക്കുന്ന പുതിയ വിശ്വാസി ആരാണ്? പരിശുദ്ധാത്മനിറവ് പ്രാപിച്ചില്ല എങ്കിലും പുതിയ വിശ്വാസി, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട പുതിയ വിശ്വാസി പരിശുദ്ധാത്മനിറവ് പ്രാപിച്ചില്ലെങ്കിലും ഞാൻ ആ വിശ്വാസിയോട് ഒരു യേശുവിൻ്റെ നാമത്തിൽ ആ ഭൂതത്തെ പുറത്താക്കാൻ പറയും. അപ്പോൾ ഭൂതങ്ങളെ പുറത്താക്കുന്ന പുതിയ വിശ്വാസികളാണ്. പഴയ വിശ്വാസി പോലെ പുതിയ പരിശുദ്ധാത്മനിറവ് പോലും പ്രാപിക്കാത്ത വിശ്വാസികൾ യേശുവിൻ്റെ നാമത്തിൽ പോയി ഭൂതങ്ങളെ പുറത്താക്കും. എന്നാൽ ഈ വീണ ദൂതന്മാരോടുള്ള യുദ്ധം മല്ലയുദ്ധമാണ്. വീണ്ടും 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 പോയി നമ്മൾ മല്ലയുദ്ധം ചെയ്യണം. അങ്ങനെ അതിൻ്റെ ശക്തി ക്ഷീണിക്കും. ശക്തി ക്ഷീണിക്കുമ്പോൾ നമുക്കിവിടെ ജയമുണ്ടാകും. അങ്ങനെയാണ് കർത്താവിൻ്റെ വേല ചെയ്യേണ്ടത്. ബലവാനെ പിടിച്ചു കെട്ടി അവൻ്റെ കോപ്പ് കവരണം. അവൻ്റെ അത് ഞങ്ങളുടെ അവിടെ ഒരു പൂജാരിയല്ല, ജമ്മുവിൽ തന്നെ ഒരു ക്ഷേത്രമുണ്ട്, ക്ഷേത്രം ഉണ്ടായിരുന്നു. അവിടെ ചുറ്റി നടന്നു. ആ പൂജാരി ഇപ്പം കർത്താവിൻ്റെ വേലക്കാരനായി വചനം പഠിച്ചുകൊണ്ടിരിക്കുക. അവൻ്റെ ഭാര്യ അവൻ പോകുന്നില്ല. ഇപ്പോൾ അവൻ്റെ അപ്പനായിരുന്നു നേരത്തെ പൂജാരി, ഇവന് കൊടുത്തു. ഇപ്പോൾ അവൻ്റെ ജ്യേഷ്ഠൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ അവൻ വിശ്വാസിയായതിൻ്റെ ശേഷം വെളുപ്പിന് എന്നോട് പറഞ്ഞ് ഞാൻ പറയും രാത്രി 3 മണിക്ക് പോയി അവിടുന്ന് പ്രാർത്ഥിച്ചോളാൻ പറയും. അവൻ വെളുപ്പിന് 3 മണിക്ക് പോയി പ്രാർത്ഥിച്ചു. അവൻ്റെ അമ്മ വലിയ കാളിഭക്തിയായിരുന്നു. ഇപ്പം അമ്മ പറയുന്നു എനിക്കങ്ങോട്ട് പോകാൻ മനസ്സില്ലെന്ന് പറയും. എന്തിനാ? വലിയ ഭക്തിയാണ്. അപ്പം ആ ശക്തി അവിടുന്ന് മാറിക്കഴിയുമ്പോൾ ആളുകളുടെ ആഗ്രഹം കുറയും. ആ ശക്തി അവിടെ വസിക്കുമ്പോഴാണ് ആളുകളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇരുന്നു കൊണ്ടാണ്. അപ്പോൾ ആ ശക്തിയോട് നമ്മൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ആളുകളുടെ ആകർഷണം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നതിന് വേണ്ടി കർത്താവിനോട് പറഞ്ഞു, ഹിന്ദുക്കളുടെ വലിയ ക്ഷേത്രമാണ് ഋഷികേശ് മെഡിറ്റേഷൻ സെൻറ്റർ. 19 ഗുഹയുണ്ട്. ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ കേന്ദ്രം എന്തെന്ന് ഋഷികേശിൽ മെഡിറ്റേഷൻ സെൻറ്റർ 19 ഗുഹയുണ്ട്. കർത്താവിനോട് പറഞ്ഞു ആ ഗുഹയ്ക്കകത്ത് പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അന്നേരം ഈ വെള്ള ഷർട്ട് ഒന്നും ഇട്ടുകൊണ്ട് പോകാൻ ഒക്കെയില്ല. ഞാൻ എന്ത് ചെയ്തു, സാധു പോലെ ഒരു സാധുവിൻ്റെ വസ്ത്രം ഇട്ടുകൊണ്ട് പോയി. വസ്ത്രം അതിനുവേണ്ടി തയ്ച്ചിട്ടുകൊണ്ട് പോയി. ഓരോ ഗുഹയിലും ഇങ്ങനെ ഞങ്ങൾ 3 ദിവസം ഓരോ ഗുഹയ്ക്കകത്തിരുന്ന് ഞാൻ പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇവിടെ വരുന്ന ആൾ ഇതേല ഒരു ഗുഹയ്ക്കകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഗുഹയുടെ അല്പം വെളിയിൽ മെഡിറ്റേഷന് വേണ്ടി ഒരു സ്ഥലമുണ്ട്. ഗുഹയുടെ വാതിലിൽ തന്നെ നോക്കിയപ്പോൾ ഒരു വെളുത്ത വെള്ളക്കാരൻ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ കർത്താവിനോട് കർത്താവ് അവൻ്റെ കാരണം അവിടെ ഒന്നും സംസാരിക്കാൻ ഒക്കെയില്ല. ഗുഹയ്ക്കകത്ത് മെഡിറ്റേഷൻ സെൻറ്ററിൽ ആർക്കും ഒന്നും സംസാരിക്കും. ഞാൻ കർത്താവ് ഇവൻ്റെ തൊണ്ടയ്ക്കൊന്ന് പിടിച്ച് ഇവനൊരു ചുമ കൊടുത്താൽ നല്ലതായിരുന്നു. ഉടനെ അവനിങ്ങനെ ചുമയ്ക്കാൻ തുടങ്ങി. ഉടനെ അവൻ വെളിയിൽ വന്നു, ഞാനും പുറകെ വന്നു. ഞാൻ പറഞ്ഞു അപ്പം നീ ചോദിച്ചു എന്തിനാ വന്നത്? അവൻ പറഞ്ഞു ഞാൻ കാനഡയിൽ നിന്ന് വന്നാൽ ഞാനൊരു എൻജിനീയറാണ്, 32 ദിവസത്തെ ഫാസ്റ്റ് ഇതിനു വേണ്ടി വന്നാൽ ഇപ്പോൾ 22 ദിവസമായി ഞാൻ ശക്തി കിട്ടാൻ വന്നതാണ്. ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ വാ. ഞാൻ പറയാം. ഞാൻ അവനെ വിളിച്ചുകൊണ്ട് പോയി ഞങ്ങൾ താമസിക്കുന്ന ആ വാടക വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ ഋഷികേശിന് അവിടെ കൊണ്ടുപോയി അവനോട് സുവിശേഷം പറഞ്ഞപ്പോൾ ഞാൻ ക്രിസ്ത്യാനിയാണ്, എൻജിനീയറാണ്. അപ്പോൾ അവിടെ ഇരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി ക്രിസ്ത്യാനികളെക്കാൾ കൂടുതൽ ശക്തി ഹിന്ദു ദൈവങ്ങൾക്കുണ്ട്, അതിനുവേണ്ടി ഞാൻ വന്നതാണെന്ന് പറഞ്ഞു. ഒടുവിൽ പ്രാർത്ഥിച്ച് കരഞ്ഞ് നെടുവേർപ്പെട്ട് യേശുവിനെ ശിക്ഷിച്ച് അന്ന് തന്നെ അവനോടൊന്ന് സ്ഥലം വിട്ടു. അവർ ഞാൻ മടങ്ങിപ്പോവുകയാണ്. ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇതിനു വേണ്ടി വന്നതാണ് പറയാനിടയായി. അങ്ങനെ നമ്മൾക്ക് ഈ ഇപ്രകാരമുള്ള ശക്തികളോട് പോരാടുവാൻ കർത്താവ് നമുക്ക് ബലം തരുന്നുണ്ട്. അതിന് നമ്മൾ ആത്മാവിൽ ബലം പ്രാപിച്ചു പോയെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. അങ്ങനെയാണ് കോട്ടകളെ തകർക്കുന്നത്. അങ്ങനെ കോട്ടകളെ തകർക്കുമ്പോഴാണ് ആത്മാവിൽ നമ്മൾ ബലം പ്രാപിച്ച് ശത്രുവിൻ്റെ ശക്തികൾ കീഴടങ്ങുവാനിടയാകുന്നത്. അതിന് ചുറ്റി നടന്ന ഓരോ കേന്ദ്രങ്ങൾക്ക് ചുറ്റി നടക്കുമ്പോൾ അങ്ങനെ നടക്കും. ഞങ്ങൾ അതുകൊണ്ടാണ് ഗുരുവായൂർ പോയത്. ഞാൻ പറയും നിങ്ങൾ ഗുരുവായൂരിൽ ഈ ആനകളുടെ നടത്തുന്ന ഈ ആനയ്ക്കകത്തെല്ലാം ദൈവങ്ങളുണ്ട്. ഓരോ ആനയ്ക്ക് ഞങ്ങൾ ആനയുടെ ചുറ്റും നടന്നു. ആനയ്ക്കകത്ത് സമർപ്പിച്ച ദൈവങ്ങളുണ്ട്. അതെല്ലാം ഇളകണം.
നിങ്ങൾ വിശുദ്ധന്മാരെല്ലാം കൂടെ പോയി കഴിഞ്ഞ മുമ്പ് എന്താ ഇവിടെ ഇളക്കങ്ങളുണ്ടാകും. അങ്ങനെ ആണ് ശത്രുവിൻ്റെ കോട്ടകളെ നമുക്ക് തകർക്കുവാൻ കർത്താവ് സഹായിക്കുന്നത്. പക്ഷേ വില കൊടുക്കണം. നമുക്ക് പ്രയാസങ്ങളുണ്ടാകും, അടികളുണ്ടാകും, ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകും. യെസ്. ഇനി ആർക്ക് മനസ്സിലായല്ലോ നമ്മൾ കോട്ടകളെ തകർക്കുവാൻ. അങ്ങനെ നമ്മൾ ഞാൻ ചില സംഭവങ്ങളെ പറഞ്ഞുള്ളൂ. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നല്ല, ഒരുപാട് സംഭവങ്ങൾ നമ്മളതിനു വേണ്ടി ഈ ശക്തികളെ പിടിച്ചു കിട്ടിയിട്ട് ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിന് നമ്മളെങ്ങനെയാണ് ചെയ്യേണ്ടത്? ജമ്മു ശ്രീനഗറിൽ പോകുന്ന വഴിയിലൊരു സ്ഥലമുണ്ട്. അവിടെ വലിയ മേളയാണ്, 12 ദിവസത്തെ മേളയാണ്. മേള എന്ന് പറഞ്ഞാൽ 10,000 ആളുകൾ വരും. ഞാനും 10-12 പേരും കൂടെ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ച പരസ്യവും കൊടുക്കാൻ, ട്രാഷ് കൊടുക്കാം. അപ്പോൾ ചെന്നപ്പോൾ അവിടെ ക്ഷേത്രത്തിൽ, വലിയ ക്ഷേത്രത്തിൽ ഈ ടേപ്പ് റെക്കോർഡിൽ ഇങ്ങനെ പാട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പം അവിടെ പൂജാരിമാർ 3-4 പേരുണ്ട്. അവർ ആളുകളിങ്ങനെ ക്യൂ ലൈനിൽ വരുമ്പോൾ അവർ പണം കൊടുക്കുകയും അവർ നെറ്റിക്ക് ഇത് ചെയ്യുകയും പിന്നെ അതുപോലെ ഈ വെള്ളം കുടിപ്പിക്കുകയൊക്കെ ചെയ്യാം. ഞാൻ പൂജാരിയോട് ചോദിച്ചു, ഞാനിവിടുന്ന് കുറച്ച് ഗീത ഗായക, ഞാനിവിടെ ഭക്തിയുടെ പാട്ട് പാട്ടിരുന്നു. ഓ, പാടിക്കോളാം പറഞ്ഞു. അപ്പോൾ അപ്പുറത്തിരിക്കുക ഞാൻ അവിടെ ഇരുന്ന് ഹിന്ദിയിൽ നല്ല പാട്ടുകൾ, ജബ്സെ പ്യാര, യേശുവായ പാട്ടും പ്രസംഗവും ഒരു 1 മണിക്കൂർ ഓളം ഇതായി. യേശു ക്രിസ്തു മാത്രം. അപ്പം സ്പീക്കറും ഗ്രൗണ്ട് മുഴുവനും ഒത്തിരി ദൂരെ വലിയ ഹോൺ വെച്ചിട്ടുണ്ട്. അതിൽ കൂടെ എല്ലാം യേശുവിന്, ഞാൻ ജബ്സെ പ്യാര, യേശു ക്രിസ്തു മാത്രം ദൈവം എന്നുള്ളതെല്ലാം അങ്ങ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പേ ഞാൻ അതിനകത്തൂടെ ഞാൻ നിന്നെ തകർക്കാനാണ് വന്നിരിക്കുന്നത്, മിണ്ടിപ്പോകരുത്. അങ്ങനെ ഒരു 1 മണിക്കൂർ ഏകദേശം ആകാറായപ്പോഴത്തേക്ക് 10-20 പേര് വലിയ വടിയും കൊണ്ടുവന്നിട്ട് ചോദിക്കുക, പൂജാരിയോട് ചോദിക്കായി. ഈ പൂജാരിമാർ 3-5-6 പേരുണ്ട്. അവരോട് ചോദിക്കുകയാണ്, എന്തോ ഇവിടെ നടക്കുന്ന അറിയാമോ? അവർ പറഞ്ഞു ഇവൻ ഭക്തി പാടുകയാണെന്ന് പറഞ്ഞു. അവരെല്ലാം പണമെടുക്കുന്നതിൻ്റെ സ്തുതിയിലായിരുന്നു. ഉടനെ പറഞ്ഞു ഇവന് യേശുവിനെക്കുറിച്ച് പറയുകയാണ്. അപ്പം ഞാൻ എഴുന്നേറ്റ് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ട, ഞാൻ അങ്ങ് പോവുക എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ പോകുന്നു, എന്നെ ഒരു തൊട്ടുപോലുമില്ല. കർത്താവ് അങ്ങനെ നമ്മളെ ആ ശക്തികളെ നമ്മളങ്ങനെ ബന്ധിച്ച് ആ ശക്തികളെ അനങ്ങാതാക്കി അതിനുള്ള അധികാരം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ആത്മാവിൽ അതിനോട് മല്ലയുദ്ധം ചെയ്യണം. ഞാൻ നിന്നെ ബന്ധിക്കുന്നു എന്ന് പറഞ്ഞാലൊക്കെയല്ല, പോയി അതിനുമായിട്ട് മല്ലയുദ്ധം ചെയ്യണം. മല്ലയുദ്ധം ചെയ്ത് ബന്ധിച്ചിട്ട് നമുക്കതിൻ്റെ ആ ശക്തികളുടെ, അതാണ് പൗലോസ് പറയുന്നത്, ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്ന വായുവിൽ കുത്തുന്ന പോലല്ല, വായുവിനെ കുത്തുന്നത് പോലല്ല, ശത്രുവിനെ നേരിട്ട്. അതാണ് പുത്രത്വത്തിൻ്റെ അധികാരം. വില കൊടുത്താണ് സ്വർഗത്തിന്. ഞാൻ പറയുന്നത് എന്താണ്, ഞാനിപ്പോൾ ഈ ഗുരുവായൂർ പറഞ്ഞത് അവിടെ ചെന്ന് അവരുടെ പണം വയ്ക്കുന്ന അവിടെ വരെ ഞാൻ പോയുള്ളൂ, അതിനകത്തോട്ട് കയറിയില്ല. ഞാൻ പറഞ്ഞു സ്വർഗത്തിൽ ഭൂമിയിൽ സകല അധികാരം യേശുവിനാണ്. ഈ സ്ഥലത്തിൻ്റെ അവകാശം യേശുവിനാണ്. നിനക്കിവിടെ ഇരിക്കാൻ അവകാശമില്ല. നിന്നെ ഇവിടെ നിന്ന് ഓടിക്കാനാണ് ഞങ്ങൾ വന്നത്, നിന്നെ പൂജിക്കാനല്ല. നീ ഇവിടെ സ്ഥലം വിടണം. നീ ഇവിടെ നിന്ന് സഭകളെ മറ്റവരുടെ മേൽ ശക്തി പഴിക്കാല്ല, നീ ഇവിടുന്ന് വിടണം. അങ്ങനെ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ പോയി ശക്തി ലഭിക്കുക. ഈ ദുഷ്ടശക്തികളോട് മല്ലയുദ്ധം ചെയ്യുവാൻ നമ്മൾ എന്ത് ചെയ്യണം? ശക്തി പ്രാപിക്കണം. ശക്തി പ്രാപിച്ച് അവരെ കെട്ടണം. ഇനി ഒന്നുകൂടെ പറഞ്ഞിട്ട് പിന്നെ നിർത്താം. ഞങ്ങൾ ആന്ധ്രയിൽ ഹൈദരാബാദിൽ മൽക്കാജിരി എന്ന് പറയുന്ന സ്ഥലത്ത് നല്ലൊരു മൈതാനത്ത് മീറ്റിങ്ങാണ്. ഞങ്ങൾ നേരത്തെ ഗവൺമെൻറ്റിൽ നിന്ന് പെർമിഷനൊക്കെ മേടിച്ച് 2-3 മാസം മുമ്പ് മീറ്റിംഗ് പിടിച്ച് നോട്ടീസെല്ലാം അടിച്ചു, മീറ്റിംഗ് തുടങ്ങി. അതിൻ്റെ കൂടെ ദസറ വന്നു. അപ്പോൾ ഹിന്ദുക്കൾ അവിടെ ഒരു വലിയ കൂട്ടം നോക്കിയെതിരാണ്. അപ്പോൾ അവരെന്ത് ചോദിച്ചു, അവർക്ക് ദസറാക്കാർക്ക് വേണ്ടി ദസറ ഗ്രൗണ്ടുണ്ട്, അതിന് പോലെ എല്ലാം കൂടെ തീരുമാനിച്ചു ഈ ഗ്രൗണ്ടിൽ തന്നെ കൊണ്ടുവന്ന് അവരുടെ രാവണനെ നിർത്തണം. അപ്പോൾ രാവണൻ എന്ന് പറഞ്ഞാൽ 100 അടിയോളം 80 അടിയോളം ഉയരമുള്ള വലിയൊരു രൂപമാണ്. അവരവിടെ കൊണ്ടുവന്ന് വെച്ചു. അപ്പം നമ്മുടെ മീറ്റിംഗ് നടത്തുന്ന അതിന് ഷാമിയാന ഇട്ടിരിക്കുക. ഷാമിയാന പിന്നെ ടെൻറ്റ് ഇട്ടിരിക്കുക. അപ്പോൾ അത് കത്തിയാൽ തീർച്ചയായിട്ടും ഈ ടെൻറ്റ് തീ പിടിക്കും. അപ്പോൾ വലിയ സമ്മർദ്ദമായി. അപ്പോൾ പോലീസ് ഒത്തിരി വന്നിട്ടുണ്ട്, ആളുകളും ഒത്തിരി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വിശ്വാസികൾ പറഞ്ഞു എന്താ ഇത്? ഞാൻ പറഞ്ഞു അവർ നടത്തട്ടെ. അപ്പോൾ ആളുകൾ ഒത്തിരി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നമ്മൾ ടെൻറ്റ് അഴിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ മീറ്റിങ്ങിൻ്റെ സമയം അവരെല്ലാം വലിയ ആളുകളും, അപ്പം അവർ വന്ന് പൊളിറ്റിക്കലായി വലിയ ആളുകൾ പ്രസംഗികരെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങളവിടെ 10-200 പേരുണ്ട്. ഞങ്ങൾ ശാന്തമായി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ആദ്യത്തെ വലിയ പ്രാർത്ഥന ഞാൻ പറഞ്ഞു കർത്താവിനോട് പറഞ്ഞു ദൂതനെ അയച്ച് അവൻ്റെ തൊണ്ടയ്ക്ക് പിടിച്ചോളാൻ പറഞ്ഞു. അവൻ പ്രസംഗിക്കരുത്.
അവൻ വലിയ ആളായിട്ട് വന്ന് സ്റ്റേജിൽ കയറി ഏതോന്ന് പറഞ്ഞാൽ ചുമയ്ക്കാൻ തുടങ്ങി. കുറച്ച് ചുമച്ച് കഴിഞ്ഞിട്ട് അവനങ്ങ് മാറി, അവന് ശ്രദ്ധിക്കാൻ വരുന്ന പോലെ. അത് കഴിഞ്ഞ് വീണ്ടും ഒരുത്തൻ പറഞ്ഞു, മറ്റൊരു പ്രാസംഗികനുണ്ട്. ഞാൻ ദൂതനോട് പറഞ്ഞു പോയി അവൻ്റെ കഴുത്തിന് പിടിച്ചോളാൻ പറഞ്ഞു, തോന്നി പിടിച്ചാൽ. അവനും ചുമയ്ക്കാൻ തുടങ്ങി. അവനും ചുമച്ച് കഴിഞ്ഞപ്പം അവർക്കേതുവായി. ഉടനെ പറഞ്ഞ് നമുക്ക് രാവണന് തീ കൊടുക്കാം. എല്ലാം പടക്കമെല്ലാം വിട്ട് വെച്ചിരിക്കുക നിലവിൽ. എത്ര തീ എടുത്താലും തീ കത്തുന്നില്ല. ഒടുവിൽ അവർ കൊണ്ടുവന്ന് കെറോസിനെടുത്ത് ഒഴിച്ചു നോക്കിയിട്ടും തീ കത്തുന്നില്ല. പിന്നെ അവരെല്ലാം കൂടെ തള്ളി താഴെയിട്ട് അപ്പോൾ എനിക്ക് വലിയൊരു ആൾക്കൂട്ടം കിട്ടി. ഞാൻ പറഞ്ഞ സഹോദരന്മാരെ, അത് തീ കത്തുന്നില്ലല്ലോ, ഞങ്ങൾക്കും അത് തീ കത്തുന്നില്ല, എന്നാൽ നിങ്ങൾ വചനം കേൾപ്പിയെന്ന് പറഞ്ഞൊരു അന്ന് വന്നൊരു കുറഞ്ഞതൊരു 4000-ൽ കൂടുതൽ ആളുകൾ അവിടെ ഇരുന്ന് വചനം കേൾപ്പാൻ ഇടയായി. അന്ന് അവർ അത് തല്ലിച്ചതച്ചതല്ലാതെ എന്തായില്ല, തീ കത്തി. ഇവിടെ കേരളത്തിൽ കുണ്ടറയ്ക്കടുത്ത് ഞങ്ങളൊരു ദിവസം യോഗത്തിന് വന്നപ്പം, യോഗത്തിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ കൊണ്ടുവന്നൊരു പടക്കം പോലെ, ഒരു ബോംബ് പോലെ എറിഞ്ഞു. അപ്പോൾ ആളുകളെല്ലാം പേടിച്ച്. ഞാൻ പറഞ്ഞു അതൊന്നും പൊട്ടത്തില്ല. എല്ലാവരും എഴുന്നേറ്റിരുന്നു. യോഗം അത് കഴിഞ്ഞപ്പോൾ അവർ എടുത്തുകൊണ്ട് പോയി റോഡിലിട്ട് കല്ലെടുത്തെറിഞ്ഞ് നോക്കി. കല്ലതിനെ വലിച്ചിട്ടും അത് പൊട്ടുന്നില്ല. അപ്പോൾ എറിഞ്ഞ് അതിനെ കർത്താവ് എന്ത് ചെയ്തു? അതിൻ്റെ ശക്തിയെ നിർവീര്യ. ഇവിടെ കുണ്ടറയിലെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അവർ പറയുന്നത് ഇവരുടെ അടുത്ത് എറിഞ്ഞിട്ടും എന്ത് ചെയ്യുന്നില്ല, പൊട്ടുന്നില്ല. ചില സമയത്ത് കർത്താവ് അങ്ങനെ നമ്മൾക്ക് അധികാരം തരും, ദുഷ്ടശക്തികളുടെ മേൽ അധികാരം തരും. ഹൈദരാബാദിൽ സൈക്ലോണിൻ്റെ വാണിംഗായി മീറ്റിംഗ് നടക്കുക. ഭയങ്കര സൈക്ലോണിൻ്റെ വാണിംഗായി സിറ്റുവേഷൻ വലുതായിരുന്നു. ഞാൻ പറഞ്ഞു കർത്താവ് പറഞ്ഞു സൈക്ലോണെ തിരിച്ചു വിട്ടോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ ഹൈദരാബാദിൻ്റെ 30 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് സൈക്ലോൺ തിരിഞ്ഞു പോകണം, ഇവിടെ ഹൈദരാബാദ് പട്ടണത്തിൽ വരരുതെന്ന് പറഞ്ഞു. എല്ലാം വാണിംഗ് എല്ലാം കൊടുത്തിരിക്കുക. ഞങ്ങളുടെ മീറ്റിംഗ് ഭംഗിയായിട്ട് നടന്ന, ഒരു സാധാരണ കാറ്റ് പോലും അടിച്ചില്ല. അപ്പോൾ പുത്രത്വത്തിൻ്റെ അധികാരം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ അവനോടുകൂടെ കഷ്ടപ്പെടാൻ ഒരുങ്ങിയെങ്കിലേ നടക്കുള്ളൂ. റാന്നിയിൽ എൻ്റെ ഭാര്യ സാക്ഷിയാണ്. റാന്നിയിൽ വലിയ യോഗം നടക്കുക. വലിയ യോഗത്തിന് 10,000-15,000 ആളുകളുണ്ട്. വലിയ ആൾക്കൂട്ടമാണ് വരുന്ന യോഗമാണ്. മൂന്നാമത്തെ ദിവസം ഭയങ്കര മഴക്കോൾ, ഭയങ്കര മഴ പെയ്യും. എൻ്റെ ഭാര്യ ഉൾപ്പെടെ ഞാൻ എല്ലാവരും ടീമിലോട് പറഞ്ഞു, വെളിയിലിറങ്ങി മേഘത്തോടെ കൽപ്പിക്കാൻ പറഞ്ഞു, ഇവിടെ 10 കിലോമീറ്റർ ചുറ്റുപാട് ഒരു തുള്ളി വെള്ളം പോലും വീഴരുത്. ഞാൻ പറഞ്ഞു വെളിയിലിറങ്ങി ആകാശത്തോക്ക് നോക്കി പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഞാൻ മുറിയിലിരുന്ന് പ്രാർത്ഥിക്കുക. ഒരു ചെറിയ വൃത്തം പോലെ മേഘം മാറി. അത് കഴിഞ്ഞ് യോഗം ഭംഗിയായിരുന്നപ്പോൾ ആളുകൾ കുടയും പിടിച്ചുകൊണ്ട് വരിക. ഇവിടെ നല്ല സുഖമായിട്ട് യോഗം നടത്തി. അപ്പോൾ നമുക്കെതിരായി പൊങ്ങി വന്ന ആ ശക്തിയെ നമ്മൾ എന്ത് ചെയ്തു? യേശുവിൻ്റെ നാമത്തിൽ അതിനെ ജയിക്കുവാനിടയായി. അങ്ങനെ നമ്മൾ അധികാരത്തോടെ വേണം കർത്താവിൻ്റെ വേല ചെയ്യാൻ. അങ്ങനെ ചെയ്യുവാൻ കർത്താവ് കൃപയുണ്ട്. നേപ്പാളിൽ എന്നെ അതുകൂടെ പറഞ്ഞിട്ട് പിന്നെ നേപ്പാളിൽ സുവിശേഷം പ്രസംഗിക്കുകയാണെങ്കിൽ 16 വർഷം തടവ്, സ്നാനപ്പെടുന്നവൻ 6 വർഷം. അങ്ങനെയൊക്കെ ഞാൻ പല പ്രാവശ്യം ഈ വനത്തിലൊക്കെ ജീവിക്കേണ്ടി വന്നു. ഇപ്പോഴല്ല, ഈ രാജാവിൻ്റെ കാലത്ത് വനത്തിലൊക്കെ വിളിച്ചിരിക്കണം. പല പ്രാവശ്യം എന്നെ അറസ്റ്റ് ചെയ്യാവുന്ന വലിയ പ്രോബ്ലം ഉണ്ടായി. ഒരു പ്രാവശ്യം കർത്താവ് പറഞ്ഞു കാഠ്മണ്ഡു പോയി അവരുടെ രാജാവിൻ്റെ വലിയ ക്ഷേത്രം പശുപതിയിൽ പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ബരട്നഗറിൽ നിന്ന് കാഠ്മണ്ഡു ചെയ്തു. കാഠ്മണ്ഡു ചെന്ന് അവിടെ ഹിന്ദുക്കൾ മാത്രമേ അകത്ത് കയറാനൊക്കെ ഉള്ളൂ. അപ്പോൾ എന്നോട് ചോദിച്ചത് ഹിന്ദുവാണോ? ഞാൻ പറഞ്ഞു ഞാൻ ഹിന്ദുസ്ഥാനിയാണെന്ന് പറഞ്ഞു. എന്താ പറയുക, ഞാൻ ഇന്ത്യയിൽ നിന്ന് വന്നതാണ്, ഹിന്ദുസ്ഥാനി എന്ന് പറഞ്ഞു. അകത്ത് കയറി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് 2 ദിവസം അവിടുന്ന് ഈ പശുപതി ദേവത ഇവിടുന്ന് ഇറങ്ങിയാൽ മതി, ഈ രാജാവിൻ്റെ സിംഹാസനം ഇളകിയാൽ മതിയാകുന്നു, ഇവിടെ സ്വാതന്ത്ര്യം വന്നു. കാരണം രാജാവിനെ അവർ ദൈവമായിട്ടാണ് പൂജിക്കുന്നത്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് മാവോയിസ്റ്റ് മറ്റെല്ലാം വന്ന് രാജാവിന് രാജിവെക്കേണ്ടി വന്നു. അപ്പം പിന്നാണ് സുവിശേഷം. അപ്പം ഞാൻ ചെയ്തതുകൊണ്ട് അങ്ങനെ വന്നെന്നല്ല പറയുന്നത്. പകരം ഇങ്ങനെയും ചെയ്യുവാൻ നമുക്ക് കർത്താവ് എന്ത് തന്നിട്ടുണ്ട്? അധികാരം തന്നിട്ടുണ്ട്. ആദിമകാലത്തെ സുവിശേഷമൊന്നും കൺവെൻഷനൊന്നും ഈ ഇതുപോലെ സെപ്പറേറ്റ് അല്ല. ഇസ്രായേൽ പൗലോസൊക്കെ പത്രോസൊക്കെ മീറ്റിംഗ് നടത്തിയെടുത്ത ദേവാലയത്തിനകത്ത് ആളുകൾ കൂടി വരുമ്പോൾ അവിടാണ് യേശുവിനെ ക്രൂശിക്കാനുള്ള പരിപാടി ഇട്ടത്.
ഇപ്പോഴാണ് നമ്മൾ ഹിന്ദുക്കൾ അവിടെ പ്രാർത്ഥിക്കുന്നു. പൗലോസൊക്കെ പോയി പ്രസംഗിക്കാൻ പോയത് എവിടെ? ക്ഷേത്രങ്ങളിലാണ്. അവിടെ ചെന്നാണ് അവർ പോരാടുന്നത്. അതുകൊണ്ടാണ് അവർ പറയുന്നത്, ദെമത്രിയോസൊക്കെ പറയുന്നത്, നമ്മുടെ ഈ ദേവതയുടെ രൂപം ഇനി ആരും മേടിക്കുകയില്ല, നമ്മുടെ ബിസിനസ് തന്നെ ഇതായിപ്പോയി. അപ്പം ആദിമകാലത്തെ യോഗങ്ങൾ നടത്തിയിരുന്ന ശത്രുവിൻ്റെ കോട്ടയ്ക്കകത്താണ്, വെളിയിലല്ല. ഇന്ന് നമ്മളെന്തോ അവരവിടെ ഇരുന്നോട്ടെ, ഞങ്ങളിവിടെ ഇരുന്നോളാം, ഞങ്ങൾ പ്രയാസമൊന്നുമില്ല ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ശത്രുവിൻ്റെ കോട്ടയ്ക്കകത്താണ്. ഞങ്ങളിപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഇത് വേണ്ട, ഞങ്ങളുടെ സഹോദരിമാരുടെ ടീം ഇപ്പോൾ ഹരിദ്വാറിൽ ഗംഗായെ വറ്റിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഗംഗായുടെ ആഴം കുറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൂടാതെ ഗംഗയിൽ പോയി, കാരണം എത്ര ആയിരങ്ങളാണ് പോകുന്നത്, ആ പരിശുദ്ധ സ്ഥലത്തോട്ട് വെള്ളത്തിൻ്റെ ആഴം കുറയ്ക്കണം. അങ്ങനെ അതുപോലെ വേറൊരു ഗ്രൂപ്പ് സുവർണക്ഷേത്രം, ഗോൾഡൻ ടെമ്പിൾ, ഞങ്ങളുടെ സഹോദരിമാരുടെ ഗ്രൂപ്പ്, അവിടെ താമസിക്കുന്നു. അവർ ചെറിയ വീട് വാടക എടുത്തതിന് ചുറ്റും നടന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും ഞങ്ങളിവിടെ വന്നുകൊണ്ടിരിക്കുമ്പോഴും അങ്ങനെയാണ് ശത്രുവിൻ്റെ കോട്ടകളെ തകർക്കുന്നത്. അങ്ങനെ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഗോൾഡൻ ടെമ്പിൾ ഹിന്ദു ക്ഷേത്രത്തിൻ്റെ ഹിന്ദുവിൽ പൂജാരിയെ സാധുനിയായി 55 വർഷമായിരുന്ന ഒരു സഹോദരി രക്ഷിക്കപ്പെട്ടു, എന്നോട് കൊടുന്നു, പരിശുദ്ധാംശം പ്രാപിച്ചു. വേറൊരു ബ്രഹ്മകുമാരി ഒരു ലീഡറായിരുന്ന ഒരു സഹോദരി രക്ഷിക്കപ്പെട്ടു. ഇന്നലെയും എനിക്ക് ഫോൺ ചെയ്തു, അഭിഷേകം പ്രാപിച്ചു, ഇവരെ സ്നാനപ്പെടുത്തിയില്ല. ഇപ്പോൾ ഞാൻ ചെല്ലുന്നുണ്ടെ എന്നെ സ്നാനപ്പെടുത്തണമെന്ന് പറയുക. അവരെവിടുന്നാണ് പിടിച്ചുകൊണ്ട് വന്നത്? അവരാരാ? ബ്രഹ്മകുമാരി എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ വലിയൊരു ഗ്രൂട്ടമാണ്. അതിൻ്റെ ഒരു ലീഡർ രക്ഷിക്കപ്പെടാനിടയായി. അപ്പോൾ നമ്മൾ ഈ കോട്ടകൾക്ക് ചുറ്റും നടക്കുകയാണെങ്കിൽ ആത്മാവിൽ കർത്താവിൻ്റെ ദാസന്മാർ ബലപ്പെടും. അതുകൂടാതെ ശത്രുവിൻ്റെ ശക്തിയുടെ ബലം കുറയും. നമ്മൾക്ക് ആത്മാവിൽ ബലപ്പെട്ടു പോകാനിടയാകും. ഇങ്ങനെയാണ് ഞങ്ങൾ വടക്കേ ഇന്ത്യയിൽ ചെയ്യുന്നത്. സ്തോത്രം. ആ ആ ആ ആ ഞാൻ പറയുന്നതിൽ നമ്മൾക്ക് നമ്മുടെ തലയിലെ തലമുടി പോലും എണ്ണിയിരിക്കുന്ന ദൈവത്തിന് ഒരു ദൈവത്തിൽ വരുന്ന സകല കാര്യങ്ങളും ദൈവത്തിൻ്റെ അനുവാദത്തോടു കൂടെ മാത്രമാണ്. അപ്പോൾ വിടുതൽ വേണ്ട എന്ന് പറയുന്നതിൻ്റെ കാരണം, ദൈവമേ നീ എന്തിന് ഇത് അനുവദിച്ചു, അതുകൊണ്ട് നീ എന്നെ എന്താണ് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, അതാണ് ചെയ്യേണ്ടത്. വിടുതൽ ആഗ്രഹിച്ചാൽ പിന്നെ ദൈവത്തിന് വീണ്ടും ടെമ്പറേച്ചർ കൂട്ടണം. ഞാൻ പറഞ്ഞതുപോലെ 120 ഡിഗ്രി കൊണ്ട് ഉരുകും. അതുകൊണ്ട് ഒന്നില്ല, പിന്നെയും കട്ടി കൂടുകയാണെങ്കിൽ കർത്താവ് എന്ത് ചെയ്യും? 500 ഡിഗ്രി ചൂടാക്കും. അതിൽ കൂടിയ പരിശോധനയാണ് വരുന്നത്. നമ്മുടെ തലയിലെ രോമങ്ങൾ പോലും എണ്ണിയിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന സകല കാര്യങ്ങളും, ചെറിയ കാര്യമായിട്ട് വലിയ കാര്യം, കുഞ്ഞുങ്ങൾ തോൽക്കുന്നത്, അല്ലെങ്കിൽ അയൽവക്കത്തുകാരൻ വഴക്കുണ്ടാക്കാൻ വരുന്നത്, അയൽവക്കത്തുകാരൻ വെള്ളത്തിൻ്റെ പൈപ്പ് മറിച്ച് കളയുന്നത്, അല്ലെങ്കിൽ തേങ്ങ പിരിച്ചുകൊണ്ട് പോകുന്നത്, ഇതെല്ലാം ദൈവമേ നീ എന്തിനനുവദിച്ചു, അതിൽ കൂടെ എന്നെ എന്താണ് നീ പഠിപ്പിക്കാനാക്കിയത്. ദൈവം ആഗ്രഹിക്കുന്ന നാം അവനെപ്പോലെ ആയിത്തീരണം, പുത്രന്മാരായിത്തീരണം. അതിന് നമ്മൾ അധികാരം പ്രാപിക്കണം. അല്ലാതെ നമ്മളെ സാത്താൻ്റെ ദയയ്ക്ക് വിട്ടിട്ടില്ല. അതുകൂടാതെ നമ്മളിൽ ഒരു ശാപവുമില്ല. ഒരുവൻ ക്രിസ്തുവിലായി കഴിഞ്ഞാൽ അവൻ്റെ ശാപമെല്ലാം കഴിഞ്ഞുപോയി. ഒരു ശാപം, ഒരു കുടുംബശാപം, ഒരു പാരമ്പര്യ ശാപം ഒന്നുമേ ഇല്ല. സകല ശാപം ക്രിസ്തു ശാപമായി തീർന്നത് കൊണ്ട് നമ്മുടെ ശാപം മുഴുവനും 100% തീർന്നുപോയി. പിന്നെ നമ്മൾക്ക് വരുന്ന കാര്യങ്ങൾ, വിടുതലുകാരൻ്റെ അടുക്കൽ പോയാൽ ദൈവം ആഗ്രഹിക്കുന്ന കാര്യം നടക്കുകയില്ല. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? കർത്താവേ എനിക്ക് വേദന കൂടുന്നു, കൃപ തരണമേ. റോമാലേഖനം 5:17 വായിച്ച. റോമാലേഖനം 5:17. ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏക നിമിത്തം കാണുമെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏക നിമിത്തം ഏറ്റവും അധികമായ ജീവനിൽ വാഴും. ഏറ്റവും അധികം ജീവനിൽ വാഴും. അപ്പോൾ കൃപ പ്രാപിക്കണം. ദൈവത്തിൻ്റെ കൃപ. കർത്താവേ വേദന കൂടുതലാണ്. എബ്രായലേഖനം 12-ാം അധ്യായത്തിൻ്റെ 10-11 വായിച്ചാൽ. എബ്രായലേഖനം അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരം അത്രേ. അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. ഏത് ശിക്ഷയും
തൽക്കാലം സന്തോഷകരമല്ല, ഏത് ഗതി തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രയെന്ന് തോന്നും. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. നമ്മളെ പോലെ സെക്യൂർഡ് ഈ ലോകത്തിൽ ആരുമില്ല. ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററെ ആണെങ്കിലും അവരുടെ പട്ടാളക്കാർ അവരെ വെടിവെച്ചു, ഇന്ദിരാഗാന്ധിയെ. അമേരിക്കൻ പ്രസിഡന്റ് കെന്നഡിയെ വെടിവെച്ചു. എന്നാൽ ദൈവമക്കളെ, നമ്മളെ ഇത്രത്തോളം സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുമ്പോൾ എന്തുകൊണ്ട് കർത്താവെ എൻ്റെ കാല് ഉതച്ചു? സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ തെറ്റി, അല്ലെ ബാത്റൂമിൽ കുളിക്കുമ്പോൾ തെറ്റി വീണു. കർത്താവ് എന്തുകൊണ്ടാണ് തെറ്റി വീണത്? കർത്താവിനോട് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും കർത്താവ് പറയും, എൻ്റെ അനുഭവമാണ്, എന്ത് സംഭവിച്ചാലും തീർച്ചയായിട്ടും കർത്താവ് നമ്മളോട് പറയും. അതുകൊണ്ട് നമ്മൾക്ക് വിടുതലല്ല വേണ്ടിയത്, കൃപ. കർത്താവെ എനിക്ക് കൃപ തരണമേ. കൃപ പ്രാപിക്കാമെങ്കിൽ പിന്നെ അടുത്ത ടെസ്റ്റ് ഈസി ആയിരിക്കും. വിടുതൽ പ്രാപിക്കാമെങ്കിൽ അടുത്ത ടെസ്റ്റ്. അപ്പോൾ എന്തിനാ കർത്താവ് നമ്മളെ വീണ്ടും ഇത് ചെയ്യുന്നത്? മകനെ, നീ പ്രാർത്ഥിച്ചില്ലയോ, കർത്താവെ നീ എന്നെ നിന്നെപ്പോലെ ആക്കണമേ, ഞാനതിന് ഒരുക്കമാണ്. കർത്താവ് പറഞ്ഞു, ആ പ്രാർത്ഥന ഞാൻ കേട്ടു മോനെ. അതിൻ്റെ ശേഷം പിന്നെ ഈ ടെസ്റ്റ് വരുമ്പോഴാ വിടുവിക്കണേ പറയും. കർത്താവ് പറയാം, നീ ആദ്യം പ്രാർത്ഥിച്ച ഞാൻ കേട്ടിട്ടുണ്ട്, അതിൻ്റെ ഉത്തരമാണ് ഞാനിപ്പോൾ. അപ്പം ഒരു വിടുതൽകാരൻ വന്ന് പറഞ്ഞാൽ മറ്റൊരു യേശുവിൻ്റെ നാമത്തിൽ പുറപ്പെട്ടു പോകുന്ന പറഞ്ഞാൽ കർത്താവ് പറയും, ഞാൻ സാത്താനൊന്നുമല്ല, നീ എത്ര പറഞ്ഞാലും ഞാൻ വിട്ടേച്ച് പോകുന്നില്ല, ഞാൻ ചെയ്യേണ്ട കാര്യം ചെയ്തേച്ചേ പോകത്തുള്ളൂ. അതുകൊണ്ട് ചെയ്യേണ്ടത്, അപ്പം വളരെ കരയുകയാണെങ്കിൽ ഉപവാസം ഇരിക്കുകയാണെങ്കിൽ കർത്താവ് ശരി അല്പനേരം ആശ്വാസം എടുത്തോ, ഞാൻ വേറെ സ്ഥലത്ത് നിന്നെ പിടിച്ചോളാം. നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മുടെ ദൈവം നമ്മളെ കൂട്ടി ഉരുക്കി ശുദ്ധീകരിച്ച് നടത്തും. അതുകൊണ്ട് വിടുതലല്ല വേണ്ടിയത്, കൃപ. കർത്താവേ, കൂട്ടു സഹോദരന്മാർ തമ്മിൽ വേദന കൂടുമ്പോൾ മറ്റൊരു സഹോദരൻ കൂടി പ്രാർത്ഥിച്ചു, തമ്മിൽ ഭാരങ്ങളെ ചുമന്നു, തമ്മിൽ ആശ്വാസമായിരുന്നു. ഒരു സഹോദരൻ കഷ്ടങ്ങളിൽ കൂടി പോകുമ്പോൾ, സഹോദരി കഷ്ടങ്ങളിൽ കൂടുമ്പോൾ മറ്റുള്ളവർ അടുത്ത് വന്ന് ആശ്വാസത്തിൻ്റെ പാട്ടുകൾ പാടി കൃപ പ്രാപിച്ചു അതിനെ ജയിക്കുക. അതുകൊണ്ട് വിടുതലെന്ന് പറഞ്ഞാൽ അത് തെറ്റായ മാർഗമാണ്, വചനത്തിന് 100% വിരുദ്ധമാണ്. നമ്മൾക്ക് വിടുതൽ വേണ്ട. നാം കർത്താവിൻ്റെ കരങ്ങളിലിരിക്കുന്നവർക്ക് എന്താ വിടുതലിൻ്റെ ആവശ്യം? ഞാൻ വിശ്വസിക്കുന്നു, എന്നെ ഇന്നലെ വായിച്ചാണ്, വീണ്ടും ഒന്ന് വായിച്ചാണ്, യോഹന്നാൻ 10:27 മുതൽ 29 വരെ വായിച്ചാൽ. യോഹന്നാൻ 10:27 മുതൽ 29 വരെ. ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കില്ല. ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന്, ഇപ്പോൾ ഒരു ദൈവത്തിൻ്റെ പൈതലാണെന്ന് ഇത് വിചാരിച്ചാട്ടെ, യേശുവിൻ്റെ കയ്യിലിരിക്കുകയാണ്, ആരും പിടിച്ചു പറിക്കയില്ലെന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടോ അതിൻ്റെ പുറത്ത്? ആരും പിടിച്ചു പറിക്കയില്ല. അതിനെ കീഴ്പ്പെട്ട് പറഞ്ഞു, അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ. പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയുകയില്ല. പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയും. ഈ വചനം നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇത് സത്യമാണോ അതോ ഇമാജിനേഷൻ ആണോ? ആകാശം മാറിപ്പോവും, ഭൂമി മാറിപ്പോവും, എന്നാൽ ദൈവത്തിൻ്റെ വചനം ഒരു കാലത്തും മാറുകയില്ല. നമ്മളെ അവൻ്റെ കരുത്തിൽ വെച്ചിരിക്കുകയാണ്. നമ്മൾ തെറ്റ് ചെയ്തപ്പോൾ ഉടനെ അവൻ എടുത്തു കളയുന്നില്ല. തെറ്റ് ചെയ്യുന്നതിനാണ് കൃപയും സ്നേഹവും കൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു? നമ്മുടെ തെറ്റ്, നമ്മൾ അയോഗ്യരാണെങ്കിൽ ആ കൃപയും സ്നേഹം കൊണ്ട് നമ്മളെ പൊതിഞ്ഞ് അവൻ്റെ കയ്യിൽ വെച്ചിരിക്കുക. ആ വിശുദ്ധ കയ്യിൽ നമ്മുടെ അശുദ്ധിയെ കൂടെ ആ കൃപ കൊണ്ട് കണക്കാക്കി എൻ്റെ മകൻ ശുദ്ധനായിത്തീരും. ഇപ്പോൾ നിങ്ങൾ കാണുന്നല്ലോ, കൊച്ചു കുഞ്ഞുങ്ങൾ ബെഡ്ഡയിൽ കക്കൂസിപ്പോവും, അല്ലെ കുഞ്ഞുങ്ങളെടുത്ത് പാൽ കൊടുത്ത് മമ്മി നല്ല ഷർട്ടൊക്കെ നല്ല സാരിയൊക്കെ ധരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും കുഞ്ഞ് പെട്ടെന്ന് മൂത്രമൊഴിച്ച് വയറിളകി അതെല്ലാം എഴുതും. ഉടനെ മമ്മിക്ക് കോപം വന്ന് വരുന്നേ, എടുത്തു കളയുക അല്ല, എൻ്റെ കുഞ്ഞ് അങ്ങനെ ആയല്ലോ, പോയി വസ്ത്രമൊക്കെ മാറി അതിനെ ഒരു ചുംബനം കൊടുക്കും. എന്നാൽ പ്രായമാകുമ്പോൾ എൻ്റെ കുഞ്ഞിന് തിരിച്ചറിവിലേക്കും. അതുപോലെയാണ് നമ്മുടെ പിതാവാകുന്ന ദൈവം. അമ്മയേക്കാൾ കൂടുതലായി ഈ മറ്റുള്ള ഈ ബിസിനസ്സുകാരാണ് വന്ന് അവിടെ പോക്കി ഇതുണ്ടെന്ന് പറഞ്ഞ് ജനങ്ങളെ പേടിപ്പിച്ചിടുന്നത്. വചനം കൊടുത്തു കഴിയുമ്പോൾ ഓരോ വിശ്വാസി ധൈര്യമായി നിൽക്കും. പിന്നെ ഈ ബിസിനസ്സുകാർക്ക് ഈ ഭൂതശാന്തി രോഗശാന്തി പറയുന്നവർക്ക് പിന്നെ ആഹാരം കഴിക്കാൻ അവർക്ക് വേറെ വല്ല പണി ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് അവരുടെ ബിസിനസ്സിനാണ് അവരിത് ചെയ്യുന്നത്. അതുകൊണ്ട് വാസ്തവത്തിൽ വചനത്തിൽ, നിർമ്മലമായ വചനത്തിൽ ഉറയ്ക്കുക.
പിന്നെ വിടുതലുകാർക്കെങ്ങും ഇത് ഇപ്പോൾ എഴുതിയിട്ടുണ്ടല്ലോ, സാമ്പത്തിക വിടുതൽ, കടക്കണി എന്നുള്ള വിടുതൽ, എന്തൊക്കെ വിടുതലായി ഈ കാലങ്ങളിൽ നടക്കുന്നത്. നമുക്കങ്ങനെ വിടുതലല്ല വേണ്ടിയത്. പ്രയാസങ്ങൾ വരും, കഷ്ടങ്ങൾ വരും, എന്തു വാങ്ങണം? കൃപ. കർത്താവ് എനിക്ക് കൃപ തരണമേ. കൃപ എപ്പോൾ ചോദിച്ചാലും കിട്ടും. ബാത്റൂമിലിരുന്ന് ചോദിച്ചാലും, കക്കൂസ് ചോദിച്ചാലും, നടന്നുകൊണ്ടിരിക്കുമ്പോഴും, അടുക്കളയിൽ ആഹാരം പാചകം ചോദിച്ചാലും, എപ്പോൾ ചോദിച്ചാലും എന്തു ചെയ്യും? കൃപ ധാരാളമായി നമുക്ക് ലഭിക്കും. നമ്മൾ മക്കളാണ്. അതുകൂടാതെ നമ്മുടെ കൂടെ കുറഞ്ഞത് 2 മത്തായി സുവിശേഷം 10:18 വായിച്ചാൽ 10:18 10:18 അല്ല 18:10, ക്ഷമിക്കണേ, മത്തായി 18:10, മാത്യു 18:10. ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുകയും സ്വർഗ്ഗത്തിൽ അവരുടെ ദൂതന്മാർ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതലുണ്ട്. സങ്കീർത്തൻ 91 സങ്കീർത്തനം എഴുതിയിട്ടുണ്ട് ദൂതന്മാരെന്ന്. അപ്പോൾ ഒരു ദൂതനല്ല, ഒന്നിൽ കൂടുതലുണ്ട്. ഇത്രയും ദൈവത്തിന് നമ്മളെക്കുറിച്ച് എന്തുകൊണ്ടാണ് ദൂതന്മാർ നമുക്ക് വേണ്ടി കാവൽ നിൽക്കുന്നത്? നമ്മളിൽ ഉള്ളിൽ ജനിച്ചിരിക്കുന്ന പുതിയ മനുഷ്യൻ ആരാണ്? വചനമാകുന്ന ദൈവമാണ്. അപ്പോൾ ദൂതൻ വന്ന് നിന്നേ ഒക്കെയുള്ളൂ, നമ്മുടെ മിടുക്കൊണ്ടല്ല. ഇപ്പോൾ ഈ രാജാക്കന്മാരുടെയൊക്കെ മക്കൾ സ്കൂളിൽ പോകുമ്പോൾ, പ്രിൻസ് ഫിലിപ്പിൻ്റെ മക്കൾ സ്കൂളിൽ ഇംഗ്ലണ്ടിൽ പോകുമ്പോൾ പോലീസ് എന്തിനാണ് പോകുന്നത്? റോയൽ ബ്ലഡ്, രാജകീയ രക്തം ഉള്ളതുകൊണ്ട് പോലീസിന് പോയേ ഒക്കെയുള്ളൂ. അതുപോലെ നമ്മിൽ പുതിയ മനുഷ്യനാകുന്ന ആ സ്വർഗീയൻ ഇരിക്കുമ്പോൾ ദൂതന്മാർ നമ്മുടെ പുറകെ നടന്നേ ഒക്കെയുള്ളൂ. അതവരുടെ ജോലിയാണ്. എബ്രായ ലേഖനം 1:13-14 കൂടെ വായിച്ചാൽ. ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എന്റെ വലതുഭാഗത്തിരിക്കുക എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? അവരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ള ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ? രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ? ഹല്ലേലൂയ. എൻ്റെ പ്രിയ ദൈവജനമേ, നമ്മളെപ്പോലെ പ്രൊട്ടക്റ്റഡ്. എന്നെ എത്ര പ്രാവശ്യം വെടിവെക്കാൻ വന്നിട്ടുണ്ട്. വെടിവെക്കാൻ തോക്കുകൊണ്ട്, കളിത്തോക്കല്ല, നല്ല തോക്കുകൊണ്ട് എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്. എത്ര പ്രാവശ്യം എനിക്ക് വിഷം തന്നിട്ടുണ്ട്. എത്ര പ്രാവശ്യം കഴിക്കുന്ന ആഹാരത്തിനകത്ത് വിഷം കലർത്തി തന്നിട്ടുണ്ട്. പിന്നെ അവർ തന്നെ പറയുന്നത് എത്ര നോക്കിയാലും ഇവൻ ചാകുകയില്ല. ഒരു പ്രാവശ്യമല്ല, എത്ര പ്രാവശ്യം. ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ ദൂതന്മാർ നമ്മളെ നയിക്കുവാനായിരുന്നു. ദൂതന്മാർ നമ്മെപ്പോലെ സുരക്ഷിതത്വത്തിന് ലോകത്തിൽ ഒരുത്തരുമില്ല. എന്തുകൊണ്ടാണ് നമുക്ക് ദൂതന്മാരുള്ളത്? യേശുവിൻ്റെ രക്തം കണ്ടുപോലെ ദൂതന്മാർ ഉള്ളത് അവൻ്റെ ദൈവത്വം നമ്മിൽ ഉള്ളതുകൊണ്ട്. പിന്നെ പ്രയാസങ്ങൾ വരുന്നത് എന്തിനാ? നമ്മളെ ശുദ്ധീകരിക്കാൻ, നമ്മളെ അവനെപ്പോലെ ആക്കി തീർക്കാൻ. അതാണ് വചനം പറയുന്നത്. മായമില്ലാത്ത പാൽ പറയുന്നത് അതാണ് വചനം. ഇങ്ങനെ വചനത്തിൽ എല്ലാവരും ഈ കുന്നംകുളത്തുള്ള എല്ലാ സഭകളിലും ഇതുപോലെ വചനം പഠിപ്പിച്ച് കഴിഞ്ഞാൽ ഈ സുരേഷ് ബാബു ഒക്കെ വരുന്നിടത്ത് ആരെങ്കിലും പോകുമോ? പിന്നെ ആരെങ്കിലും പോകുമോ? ദൈവമക്കളാരും പോവുകയില്ല, വീണ്ടെടുക്കപ്പെട്ട ഓരോരുത്തരും പോവുകയില്ല. അതുകൊണ്ട് വചനം പഠിപ്പിക്കാൻ കർത്താവിൻ്റെ ദാസന്മാർ എഴുന്നേൽക്കണം. നിർമ്മലമായ വചനം പഠിപ്പിക്കുകയാണ്. പഠിപ്പിച്ച് കഴിയുമ്പോൾ ആളുകൾക്ക് മനസ്സിലായി ഇത് ആളുകളെല്ലാം ഇരുട്ടത്തിട്ടിരിക്കുകയാണ്. സത്യവചനം പറയുകയില്ല. സത്യവചനം ആളുകൾക്ക് അറിഞ്ഞുകൂടാ. അപ്പം നിങ്ങൾ കുറച്ച് പേരെങ്കിലും സത്യവചനം കേട്ടിട്ട് അത് മറ്റുള്ളവരോട് പറയാൻ തുടങ്ങിയാൽ കുറേശ്ശെയെങ്കിലും ആ വചനം അങ്ങോട്ട് പാട്ട്. ഓർത്തുകൊള്ളണം, നിങ്ങൾ ഒരുങ്ങിയില്ലെങ്കിൽ ദൈവം ആളുകളെ ഒരുക്കും. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, ഞാൻ എൻ്റെ സഭയെ പണിയും. ദൈവം വിശ്വസ്തന്മാരെ എഴുന്നേൽപ്പിക്കും. ഇപ്പോൾ തന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ ആലപ്പുഴയിൽ നിന്ന് ഒരു സഹോദരി വീണ്ടും ടെലിഫോൺ ചെയ്തുകൊണ്ടിരിക്കുക. മുസ്ലിമാണ്, ഗ്രാജുവേറ്റാണ്, പോസ്റ്റ് ഗ്രാജുവേറ്റാണ്, ഭർത്താവുമുണ്ട്, 2-3 മക്കളുമുണ്ട്. വീണ്ടും ഫോൺ ചെയ്തു, ഇന്നും ഫോൺ ചെയ്തു. അങ്ങ് വചനമാണ്, ഇത്ര ദാഹമാണ് അവർക്ക്.
മുസ്ലിം സഹോദരി. നാളെ അവരെ കൊല്ലും, വെളിയിൽ വന്നാൽ കൊല്ലും. ആ നിലയിലിരിക്കുക. ഞാനവരെ കണ്ടിട്ട് പോലുമില്ല ഇതുവരെ. ആരിൽ നിന്നും എൻ്റെ ഫോൺ നമ്പർ കിട്ടിയതാണ്. ഞാൻ മുസ്ലിങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു എന്നാണ് അറിവ് കിട്ടിയപ്പോഴത്തേക്ക് പാസ്റ്റർ പോളാണ് കൊടുത്തത്. അത് കണ്ടിട്ടുണ്ടല്ലേ സഹോദരി? കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. നോട്ടീസ് കണ്ടുപിടിച്ചതാണ്. നോട്ടീസ് കണ്ടുപിടിച്ചതാണ്. ആ സഹോദരിയുടെ 2-3 പ്രാവശ്യം 3 മക്കളുണ്ട്. ഞാൻ പറഞ്ഞു, ഭർത്താവ് നിങ്ങൾക്ക് വലിയ എതിര്, ഞാൻ ഇമെയിലിൽ കൂടെ വിവരങ്ങൾ അടിച്ചു തരാം. ഭർത്താവിനോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട്, എന്നാൽ എൻ്റെ യേശുവിനോട് എൻ്റെ സ്നേഹം വർദ്ധിക്കുന്നു. വീണ്ടും വീണ്ടും പറയുന്നത്, എൻ്റെ യേശുവിനോടുള്ള സ്നേഹം എനിക്കങ്ങ് വർദ്ധിക്കുന്നു. എത്ര എന്നാൽ യേശുവിനോടുള്ള സ്നേഹം എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, അത്രമാത്രം എനിക്ക് സ്നേഹമാകുന്നു എന്നാ സഹോദരി പറയുന്നത്. ഞാൻ ഒരിക്കൽ കണ്ടിട്ടില്ല. ആലപ്പുഴക്കാരത്തിയാണ്, പോസ്റ്റ് ഗ്രാജുവേറ്റാണ്, BA കഴിഞ്ഞു, MA കഴിഞ്ഞു, ഇത് ചെയ്തതാണ്. അങ്ങനെ കർത്താവ് പ്രവർത്തിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ്, വടക്കേ ഇന്ത്യയിൽ നിന്ന് ഈ സഹോദരൻ വന്നിട്ടുണ്ട്. എത്ര ബ്രാഹ്മണരാണ് മുൻപോട്ട് വന്നിരിക്കുന്നത് അറിയാമോ? സിഖ് മതത്തിൽ നിന്നുള്ളവരും ബ്രാഹ്മണന്മാരും പൂജാരിമാർ എത്ര പേരാണ് മുൻപോട്ട് വന്നിരിക്കുന്നത്. പൗലോസിനെ പോലെ ക്രിസ്തുവിനെ എതിരായി പ്രവർത്തിക്കുന്നവരും RSകാർ ശിവസേനക്കാരും ഒക്കെ എഴുന്നേറ്റ് വരാൻ പോവുകയാണ്. ഞങ്ങളവിടെ കുറച്ച് RSകാർ ശിവസേനക്കാരും ഒക്കെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണിപ്പോൾ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ, കുന്നംകുളത്തുള്ള ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നത്, ദൈവവചനത്തിനനുസരണമായി ആ വചനത്തിൻ്റെ ആഴം മനസ്സിലാക്കി, ആ വചനത്തിൻ്റെ നിർമ്മലമായ വചനത്തെ അതിനകത്തൊന്നും കൂട്ടിച്ചേർക്കാതെ, ഒന്നും അതിനകത്ത് കലർത്താതെ ആ വചനത്തെ അതിൻ പ്രകാരം അങ്ങ് വിശ്വസിച്ചാൽ എത്ര നന്നായിരിക്കും.